നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുപരമ്പരയിലെ അവിടുത്തെ സ്വഹാബികളിൽ പ്രമുഖരായ മഹത്തുക്കളായ ആളുകൾ അന്ത്യവിഷമം കൊള്ളുന്ന ഒരു തിരുമുറ്റത്താണ്, അതിന്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. തളങ്കരയ്ക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യം അതാണ്. സ്വഹാബികൾ നിബിതങ്ങളുടെ നൂർ കിട്ടിയവരാണ്. സ്വഹാബികളെക്കാളും ഇബാദത്ത് കൂടുതൽ ചെയ്ത താബിഈങ്ങളെ കാണാൻ കഴിയും. പക്ഷേ ഒരു താബിഈയും ഒരു സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല. എന്തുകൊണ്ടെത്തുന്നില്ല? അവർ നിബിതങ്ങളുടെ സുഹബത്ത് ലഭിച്ചവരാണ്, തങ്ങളുടെ നൂർ നേരിട്ട് അനുഭവിച്ചവരാണ്. മൻ സ്വഹിബ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ള, ഒരു സെക്കൻഡെങ്കിലും മുഅ്മിനായി നിബിതങ്ങളുടെ കൂടെ ചെലവഴിച്ചവരെയാണ് സ്വഹാബി എന്ന് പറയാം. ആ സ്വഹാബികൾ ആകാശലോകത്ത് നക്ഷത്രം ഭൂമിയിലുള്ളവർക്ക് വഴി കാണിക്കുന്ന പോലെ എന്റെ സമൂഹത്തിന്റെ വഴികാട്ടികളാണ് സ്വഹാബികൾ എന്ന് പറഞ്ഞ ആ മുത്തുനബിയുടെ അനുചരന്മാരിൽ ഒരാൾ കാസർഗോഡ് ജില്ലക്ക് സ്വന്തം എന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യക്കൊട്ടാകെ ഈ ഭാരതത്തിന് തന്നെ കിട്ടിയ വലിയൊരു സൗഭാഗ്യം അത് ഇരിക്കുന്നത് തളങ്കരയിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ മറ്റേത് വിശ്വാസികളെക്കാളും കൂടുതൽ തളങ്കരയിലെ മുസ്ലിമീങ്ങൾ ഒരൽപ്പം കൂടെ ഇസ്ലാമികമായ വിധേയത്വം കൂടുതൽ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ തിരുമുറ്റത്താണ് നബിയുടെ നൂറ് കിട്ടിയ സ്വഹാബികളിൽ മഹാനായ മാലിക് ദീനാർ തങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്നത്. ഒരു പ്രദേശത്തിന് മഹത്വമുണ്ടാകുന്ന പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും തിന്മയോ അരാജകത്വമോ നടന്നാൽ അതിന്റെ ശിക്ഷയും കൂടുതലായിരിക്കും എന്ന് പറയേണ്ടതില്ല. കാസർഗോഡ് ജില്ലയ്ക്ക് വിളക്കായി നിൽക്കുന്ന ഈ പ്രദേശം നമ്മുടെ ചെറുപ്പക്കാരിൽ മദ്യപാനമോ മയക്കുമരുന്നിന്റെ അഡിക്ഷനോ മയക്കുമരുന്നിന്റെ ഉപയോഗമോ നമ്മുടെ യുവാക്കളിൽ കാണുകയാണെങ്കിൽ അതൊരിക്കലും തളങ്കരക്കാരായി കൂടാ. ആരിലും പറ്റില്ല, തളങ്കരക്കാരിൽ വിശേഷിച്ചു. അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റ് ജീവിക്കുക? അതുകൊണ്ട് ആദ്യമായി സൂചിപ്പിക്കുകയാണ്, മറ്റേത് മുസ്ലിമീങ്ങളെക്കാളും നിങ്ങൾക്ക് വലിയ ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ട്. ഇവിടെയാണ് ആ ദീനിന്റെ വെളിച്ചം ആദ്യമെത്തിയത്. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബ ലിൽ ഗുറബ. ഇസ്ലാം ഹാസ് ബിഗൻ ഏലിയൻ. വിചിത്രമായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആളുകൾ കാണുമ്പോ ഇങ്ങനെയോ, എല്ലാവരും ചെയ്യുന്നതിന് വിരുദ്ധമോ? ഇസ്ലാം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരുതരം ഏലിയൻ സ്വഭാവം, വിചിത്രം എന്ന് തോന്നുന്ന, സ്ട്രേഞ്ച് ആൻഡ് ഓഡ്. പക്ഷേ വസയഊദു കമാ ബദഅ, ഇസ്ലാം പ്രചരിച്ച് അത് കൊണ്ടു നടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായതിന്റെ ശേഷം അത് കൊണ്ടു നടക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം തിരിച്ചു വരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതൂബാ ലിൽ ഗുറബാ, അങ്ങനെ ഒരു ഗരീബായി, വിചിത്രമായി, സ്ട്രേഞ്ചായി മുസ്ലിം ജീവിക്കുന്ന ഒരു കാലം വരും. എല്ലാവരും കള്ളുകുടിയന്മാർ, അതിനിടയിൽ കള്ളുകുടിക്കാത്തവനെ തിരഞ്ഞുപിടിക്കുക പ്രയാസം. ഇവനെന്താ കുടിക്കാത്തത് എന്നാകും സംശയം. എല്ലാവരും വ്യഭിചാരികൾ, അതിനിടക്ക് സാത്വികനായി വലിയ ചൈസ്റ്റിയോടുകൂടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ ഇവനെന്തോ ലൈംഗിക തകരാറുള്ളവനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ. ഇസ്ലാം ഇങ്ങനെ തിരിച്ചു വരും. അന്ന് ആരൊക്കെയാണോ ഇങ്ങനെ ഏലിയൻ സ്വഭാവത്തിൽ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്നത്, എല്ലാവർക്കും വിചിത്രമായി തോന്നുന്നത്, ഫതൂബാ ലിൽ ഗുറബാ, അവർക്കാണ് സർവ്വ നന്മയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ ഒഴുക്ക് ഇസ്ലാമിനോടൊപ്പമെങ്കിൽ നമ്മൾ ആ ഒഴുക്കിലുണ്ട്. ലോകത്തിന്റെ ഒഴുക്ക് ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമെങ്കിൽ നമ്മൾ ആ ഒഴുക്കിനെതിരാണ്. അവിടെയാണ് മുസ്ലിമിന്റെ വിജയം. നമ്മൾ വലിയൊരു ചാലഞ്ച് ഏറ്റെടുത്തവരാണ്. തോന്നുന്നതൊക്കെ ചെയ്യാൻ പോകുന്നവരല്ല നമ്മൾ. അങ്ങനെ ചെയ്ത് ജീവിക്കുന്നവരുടെയുണ്ട്. അതല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്.
ആ മുത്തുനബിയോടൊരു സ്നേഹം, ആ മുത്ത് ഹബീബിനോട് മനസ്സിന്റെ ഉള്ളിൽ ഹബീബിന്റെ കർമ്മങ്ങൾ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, എന്റെ മരണവും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഫഉശർരിഉ ലക്കുമുശ് ശറാഇഅ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. അള്ളാഹുവിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. നബി തങ്ങൾ പറയുമായിരുന്നു, തുഅറദു അലയ്യ അഅമാലുക്കും, എന്റെ ഉമ്മത്തികളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു എന്നെ കാണിച്ചു കൊണ്ടിരിക്കും. എന്തതിനർത്ഥം? ഞാനും നിങ്ങളും ചെയ്യുന്നത് മുത്തു ഹബീബിനെ അള്ളാഹു കാണിച്ചു കൊണ്ടിരിക്കും. ഫമാ റഅയ്തു മിൻഹാ ഖൈറൻ ഹസനൻ, ഏതെല്ലാം നന്മകൾ നിങ്ങൾ ചെയ്യുന്നുവോ ഞാനത് കാണുമ്പോൾ ഹമിദുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പറയും അൽഹംദുലില്ലാഹ് എന്ന്. എന്റെ ഉമ്മത്തികൾ ചെയ്യുന്ന നന്മ അള്ളാഹു എനിക്ക് കാണിച്ചു തരുമ്പോ, വമാ റഅയ്തു മിൻഹാ ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ അള്ളാഹു എനിക്ക് കാണിച്ചു തരുമ്പോൾ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഇങ്ങനെ എപ്പോഴും പുറത്തു കൊടുക്കുക? ഒരു മുതലാളി എന്ന് ചിന്തിക്കുക. ഒരു എംപ്ലോയർ, തന്റെ കീഴിലുള്ള എംപ്ലോയി ഒരു തെറ്റ് ചെയ്താൽ ഒരിക്കൽ മാപ്പ്, രണ്ടാമത് തെറ്റ് ചെയ്താൽ വാർണിംഗ് ലെറ്റർ, മൂന്നാമത് തെറ്റ് ചെയ്താൽ ഒരു സസ്പെൻഷൻ, നാലാമത് തെറ്റ് ചെയ്താൽ ഒരു ഡിസ്മിസൽ. ആരാ പുറത്തു കൊടുക്കുക? ആരാണ് മാപ്പ് ചെയ്യുന്നത്? ഒരിക്കൽ തെറ്റ് ചെയ്താലും രണ്ടാമത് തെറ്റ് ചെയ്താലും ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് എന്റെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അതെന്റെ മരണശേഷമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. എങ്ങനെയാണ് ഹബീബിനെ സ്നേഹിക്കാതിരിക്കുക? ഇങ്ങനെ ആരാ നമുക്ക് പുറത്തു തരിക? സ്വന്തം ഉമ്മയും വാപ്പയും ഇങ്ങനെ പുറത്തു തരുമോ? മാപ്പ് തരുമോ? നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമോ? മക്കള് തലതിരിഞ്ഞു പോയാൽ കുറെയൊക്കെ മാതാപിതാക്കൾ നോക്കും. ഇല്ലെങ്കിൽ എന്ത് പറയും? എനിക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനല്ലേ പറയാ? മക്കളൊക്കെ ചാടി പോകുന്നില്ലേ? കോടതി കൊണ്ടുവരുന്നിട്ട് വിസ്തരിക്കണില്ലേ? മോളെ, എന്നെ പോറ്റി വളർത്തിയ ഉമ്മ എന്നെ സ്കൂളിൽ കൈപിടിച്ച് കൊണ്ടാക്കി ചേർത്തി, 4-5 വയസ്സുള്ളപ്പോ സ്കൂൾ നഴ്സറി മുറ്റത്തേക്ക് നിന്നെ നടത്തിക്കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇവര് രണ്ടാളും വേണോ? ഇന്നലെ ടൗണിൽ നിന്നൊരു കമന്റ് അടിച്ചപ്പോഴേക്കും നീ വീണുപോയ നിന്റെ കാമുകം വേണോ? ആരുടെ കൂടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ മക്കളിൽ പലരും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെ പോവുകയാണ്. ഉമ്മയും വാപ്പി എന്താ പറയാ? നീ എന്ത് ചെയ്യാൻ? കോടതി ഇടപെട്ടു, ഇതാണ് പരിഹാരം. എനിക്ക് അങ്ങനെ ഒരു മോളില്ല എന്ന് ഞാൻ അങ്ങ് കരുതി, എനിക്ക് അങ്ങനെ ഒരു മോനില്ല എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുന്നു. ഇത്രയും ഉമ്മാക്കും വാപ്പാക്കും കഴിയും. മുത്തുനബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വലിയ മഹത്വം മുത്തുനബി തങ്ങൾക്കുണ്ടെന്ന് ഖുർആൻ പറയുന്നത്. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي أنت أم أم أب. നബിയെ, അങ്ങ് ഉമ്മയാണ്, അങ്ങ് ഉപ്പയാണ്. മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മാതാപിതാക്കളിൽ കണ്ടിട്ടില്ലാത്ത നന്മ നിങ്ങളിൽ ഞങ്ങൾ കാണുന്നുവല്ലോ നബിയെ. ഉപ്പാക്ക് ഉപ്പയാവാനേ കഴിയൂ, ഉമ്മാക്ക് ഉമ്മയാവാനേ കഴിയൂ. ഇത് രണ്ടുമാവാൻ കഴിയും മുത്ത് റസൂലിന്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി.
മുത്ത് ഹബീബിന്റെ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു ബൈത്തിന്റെ അർത്ഥമാണിത്. ഒന്നുകൂടെ ചൊല്ലു നോക്കൂ. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة والسلام على الرسول أبتحي والحبيب العربي بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم النبي തീർച്ചയായും മുത്തുനബി തങ്ങളാണ് ഔലാ ബിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് മുത്തുനബിയാണ്. കല്യാണം കഴിച്ചവന് തോന്നും അവന്റെ ഭാര്യയാണ്, കുട്ടിണ്ടായാൽ തോന്നും കുഞ്ഞാണ് ഏറ്റവും വലുത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ചില ഉമ്മാർക്കൊക്കെ പരാതിയായി, എന്നോടുള്ളതിനേക്കാളും സ്നേഹങ്ങൾക്ക് കുഞ്ഞിനോടാണല്ലോ, ഞാനുണ്ടായപ്പോഴല്ലേ കുഞ്ഞുണ്ടായത്, എന്നെക്കാളും വലിയ സ്നേഹം ഇപ്പൊ കുഞ്ഞിനോടായോ എന്നൊക്കെ ചില ഭാര്യമാര് ചോദിക്കാറുണ്ട് ഭർത്താക്കന്മാരോട്. ചിലർക്ക് ഉമ്മയാണ്, ചിലർക്ക് വാപ്പയാണ് വലുത്. എല്ലാറ്റിനേക്കാളും വലുത് സ്വന്തം ശരീരത്തെക്കാളും വലുത് ഹബീബായ നബി തങ്ങളെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അന്നബിയു മുഹമ്മദ് നബി തങ്ങളാണ് ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തെക്കാളും അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? അന്നബിയു നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിന് വല്ലതും കുടിക്കണമെന്ന് തോന്നുമ്പോ, ദാഹിച്ചിരിക്കുന്ന നേരത്തോ അല്ലാതെയോ വല്ലതും കുടിക്കണമെന്ന് തോന്നുമ്പോ വായിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ ശരീരത്തിന്റെ ഒരു ഇച്ഛയെ ഞാൻ റെസ്പോൺസ് ചെയ്യുകയാണ്, ശരീരത്തിന്റെ ആഗ്രഹത്തിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുകയാണ്. ആ നേരത്ത് ചിന്തിച്ചു പോകുന്നത് അന്നബിയു, എന്റെ നബിയാണല്ലോ എന്റെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത്. ഞാൻ കുടിക്കാൻ പോകുന്ന പാനീയം എന്റെ നബിക്ക് ഇഷ്ടമാവുമോ? എന്റെ നബിക്ക് ഇഷ്ടമാവുമെങ്കിൽ ഞാൻ കുടിക്കുന്നു. ഇതെന്റെ നബിക്ക് ഇഷ്ടമല്ല, ഞാൻ എന്റെ വായിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് എന്റെ നബിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. അതാണ് സത്യവിശ്വാസിയുടെ ലക്ഷണം. പിന്നെ എങ്ങനെയാ മുസ്ലിമിനെ കള്ളു കുടിക്കാൻ പറ്റുക? എങ്ങനെയാ പറ്റുക? നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ പൂഴി വാരുന്ന കുട്ടികളൊക്കെ വല്ലാണ്ടങ്ങ് മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടിരുന്നു. ശരിയാണോ എന്ന് അല്ലാഹു അലം. പൂഴി വാങ്ങാൻ പോകുന്നവരെ, അത് പോലീസുകാരെ കണ്ണ് വെട്ടിക്കുന്നവരും പോലീസുകാരെ തല്ലി കൊല്ലുന്നവരും ഒക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ. അതിന് എസ്കോട്ട് പോയാൻ കുറച്ച് കുട്ടികൾ വേറെ ഉണ്ടാവും. 2 മണിക്കൂറിന് എത്ര 400-500 റുപ്യക്കാണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാവുക. അത് തളങ്കരയിൽ സംഭവിച്ചുകൂടാ, വേറെ എവിടെയും പറ്റൂല, ഇവിടെ ഒട്ടും പറ്റില്ല, ഒട്ടും പറ്റില്ല. 4 കാശ് വന്നാൽ നമ്മളങ്ങ് കോലം മാറുക. കയ്യിൽ കാശ് വരുമ്പോഴേക്കും നമ്മൾ അള്ളാനെ മറക്കുകയാണോ? പടച്ചവന് ദാരിദ്ര്യം തരാൻ കഴിയൂലേ? മയക്കുമരുന്ന് ഉപയോഗിച്ചത് സ്മോക്ക് ചെയ്ത്, ഇപ്പോ ഈ സ്മോക്കിംഗ് ഒക്കെ ഒരു ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രൈഡ്. പണ്ടൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടാ ചെയ്ത്, ഇന്നത്തെ ഒരു അഭിമാനത്തോടു കൂടെ ചെയ്യുന്ന രീതിയിലെത്തിയിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. എന്തായാലും ശരീരത്തിന് ഉപദ്രവം ചെയ്യുന്ന സാധനമാണ് അല്ലെ? സ്മോക്കിംഗ് കിൽസ്, അത് കൊല്ലുന്നു എന്നായിരുന്നു തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഇറ്റ് കോസസ് ക്യാൻസർ, ഇറ്റ് കോസസ് ലങ്സ് ഫെയിലിയർ, ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ട് അങ്ങനെ ന്യായീകരിക്കാം. നമ്മുടെ കുട്ടികളൊന്നും ചെയ്യല്ലേ, ദയവ് ചെയ്ത്, ദയവ് ചെയ്ത്. നമുക്ക് മത്സരിക്കണം നന്മയിൽ, നമുക്ക് മത്സരിക്കണം. മുത്ത് നബിയുടെ ഉസ്വത്ത്, ഏറ്റവും നല്ല മാതൃക പിൻപറ്റുന്നത് ആരോ എന്ന് നോക്കിയിട്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എന്റെ തളങ്കരയിലെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ശരീരത്തെക്കാളും മുത്ത് നബിയാണ് നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വല്ലതും വായയിലേക്ക് കൊണ്ടുപോകുമ്പോ ഓർക്കണം, എന്റെ റസൂൽ ഇത് കണ്ടാൽ ഇഷ്ടപ്പെടുമോ? എന്റെ റസൂൽ എന്റെ കൂടെയുണ്ടെങ്കിൽ നബി നിങ്ങൾക്കത് പൊരുത്തമാവുമോ?
എന്റെ റസൂൽ എന്റെ അരികത്തുണ്ടെങ്കിൽ എന്നോ ഇത് ചെയ്യാൻ അനുവദിക്കുമോ എന്ന് ഓർത്തുകൊണ്ടേ ഒരു മുഅ്മിൻ സ്വശരീരത്തിന്റെ ആഗ്രഹത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ, പ്രതികരിക്കാൻ പാടുള്ളൂ. അതല്ലേ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത് എന്റെ നബിയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ഈമാനിന്റെ കുപ്പായമണിഞ്ഞവർ, അവരാണ് ഈമാനിന്റെ മധുരമറിഞ്ഞവർ. വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബിയുടെ ഭാര്യമാർ ഈ സമൂഹത്തിലെ വിശ്വാസികളുടെ മാതാക്കളാണ്. ഇതൊരു കുടുംബമായി ഉമ്മമാരായ നബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പയും ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം ഒരുമിച്ച് തന്നത് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് നബിയോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, അങ്ങനെക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നബിയെ എന്റെ ശരീരം കഴിച്ചാൽ. എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ് നബിയെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആര് പറഞ്ഞു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മറുപടി വന്നു, ലാ വല്ലദീ നഫ്സി ബിയദിഹി, പറ്റില്ല ഉമറേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഹത്താ കൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിങ്ങളുടെ ശരീരത്തെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നതുവരെ ഈമാൻ പരിപൂർണമാവില്ല ഉമറേ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ചിലരോടൊക്കെ അങ്ങനെ പറയില്ല, നിങ്ങൾ നമ്മുടെ സ്വന്തം ആളാണ്. ഈ പറയുമ്പോ ഈ സ്വന്തം ആളാണ് എന്നുള്ളത് സത്യമാണോ? ആളെ മയക്കാൻ വേണ്ടിയൊക്കെ പറയും ചിലപ്പോഴേ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഉമർ തങ്ങൾ നേരിട്ടു, നബിയെ അങ്ങ് എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ്. ഒരു സത്യം സത്യമായിട്ട് അങ്ങ് പറഞ്ഞു എന്നാ അതതിന്റെ അർത്ഥം. അവിടെ എന്തില്ല? നമ്മൾ മസ്കടിക്കാന്നൊക്കെ പറയില്ലേ, അതൊന്നുമില്ല. പ്ലെയിൻ ട്രൂത്ത് ആസ് ഇറ്റ് ഈസ്, അങ്ങനെ അങ്ങ് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, പോരാ ഉമറേ, ഞാൻ നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങളുടെ നഫ്സിനെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെടുന്നത് വരെ ഉമറേ ഈമാൻ പൂർത്തിയാവില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരൽപ്പം നിന്നുകൊണ്ട് പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹ് ലഅൻത ഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നബിയേ, എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ആയ നബിയെ, അതുകൂടെ ഞാൻ ശരിയാക്കി കഴിഞ്ഞു. എന്റെ നഫ്സിനെക്കാളും അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് പറഞ്ഞപ്പോ നബി ഞങ്ങളുടെ മറുപടി വന്നു, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ശരിയായത്, ഇപ്പോഴാണ് ഉമറേ ശരിയായത്. അൽ ആൻ, ശരിയായി. അല്ലാഹു അങ്ങനെ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്നേഹം വിവിധ തരത്തിലുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രാസ്ഥാനിക ബന്ധമുണ്ടാകുമ്പോൾ ഒരു സ്നേഹമുണ്ട്, കുടുംബ ബന്ധമുണ്ടാകുമ്പോൾ ഒരു സ്നേഹമുണ്ട്, ഒരു രാജ്യക്കാരാകുമ്പോൾ ഒരു സ്നേഹബന്ധമുണ്ട്, ഒരു ഭാഷക്കാരാകുമ്പോൾ സ്നേഹമുണ്ട്. ഈ തുളു സംസാരിക്കുന്ന ആളുകളൊക്കെ പരസ്പരം കണ്ടാൽ ഭയങ്കര സ്നേഹമാണല്ലേ. നമ്മൾ മലയാളികൾ അപ്പുറം പാരൊക്കെ നോക്കും അല്ലേ. ഒരു കമ്പനി മലയാളി ഉണ്ടോ, ഞാൻ വരുന്നില്ല, എന്നെ പുറത്താക്കല്ലേ, ഞാൻ അവനെ പുറത്താക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, എന്തേ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്? അല്ലാഹു അഅലം. നമ്മൾ എന്തെങ്ങനെ കുഴപ്പക്കാരാവുന്നത്? എന്തോ ഒരു നല്ല നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയല്, ഡെവിൾസ് ഓൺ പീപ്പിൾ. അങ്ങനെ ആയിപ്പോയിട്ടുണ്ടോ എന്ന് അല്ലാഹു അഅലം, അല്ലാഹു അഅലം. ഭയങ്കര സ്വാർത്ഥത. സ്നേഹം പല രീതിയിലാണ്. ഇത്തിഫാഖിയായ സ്നേഹം എന്ന് പറയും. നമ്മൾ തമ്മിൽ ഇഫ് യു ഷെയർ സംതിങ് കോമൺ, നമുക്ക് പൊതുവായ ഒരു സംഗതി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടാവും. ചില സ്നേഹം മഹബ്ബത്തു ലിനൈലി ഗറദിൻ, എന്തെങ്കിലും ഒരാവശ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സ്നേഹം ഉണ്ടാവും. ചിലരുടെ സ്നേഹം അങ്ങനെയാണ്. ഇപ്പൊ ഗൾഫുകാരൊക്കെ നാട്ടിൽ വന്നാൽ ആദ്യത്തെ 2 ആഴ്ച കിട്ടുന്ന സുഹൃത്തുക്കൾ 2 ആഴ്ച കഴിഞ്ഞാൽ കിട്ടൂല. എന്തേ? നാട്ടിലേക്കറിയാം 2 ആഴ്ച കഴിഞ്ഞാൽ ഇവന്റെ കയ്യിലെ കാശ് തീരുന്നു. അപ്പൊ ഒരു വല്ലാത്ത സ്നേഹം. വീട്ടിൽ എന്തോടോ വന്ന് നിന്നെ കാണാനോടോ. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇവനെ കാണാൻ അങ്ങോട്ട് പോയാൽ വാതിലടക്കും, കടം ചോദിക്കാൻ വന്നായിരിക്കും. സുബ്ഹാനല്ലാഹ്. നെയ്ലു ഗറദിൻ, എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റാനുള്ള സ്നേഹം. ചിലർക്ക് അങ്ങനെയാ ഉണ്ടാവുക.
ഒറിജിനൽ സ്നേഹം അതാണ്. പൈസന്റെ സമയത്ത് സ്നേഹിക്കുന്നവരുണ്ടാവും. പൈസ കയ്യിലൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു വല്ലാത്ത പരീക്ഷണത്തിൽപ്പെടുന്ന കാലം, അന്ന് കൂടെ നിൽക്കാൻ ആളുണ്ടോ, അവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ. പിന്നെ ഒരു മഹബ്ബത്തുൽ മുശാഖല എന്ന് പറയും. സ്നേഹിക്കുന്ന ആളും സ്നേഹിക്കപ്പെടുന്ന ആളും തമ്മിലുള്ള ആത്മീയമായൊരു ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഒരു സ്നേഹം. മഹ്ബൂബ് എന്തു ചെയ്യുന്നുവോ അത് തന്നെ മുഹിബ് ചെയ്യുന്നത്. എന്റെ മഹ്ബൂബിന് എന്നതിഷ്ടമാണെങ്കിൽ ആ സ്നേഹിക്കുന്ന ആൾ തന്റെ പ്രേമഭാജനത്തിന് വേണ്ടി അതുതന്നെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്നേഹം, ഇതെല്ലാം മുത്തുനബിയിലൂടെ നമുക്ക് കിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം എന്തൊക്കെ കിട്ടാനുണ്ട്? ഷഫാഅത്ത് കിട്ടാനുണ്ട്, അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കിട്ടാനുണ്ട്. യൗമ യദ്ഉ ആദമുൻ വഅംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. ഓരോരുത്തരും എന്റെ കാര്യം എന്താണ് റബ്ബേ എന്ന് ചിന്തിക്കുമ്പോ എന്റെ ഉമ്മത്തികളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നൊരു പുണ്യ റസൂൽ സുജൂദിൽ വീണുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ എന്റെ ഉമ്മത്തിൽ പാപം ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണം. തല ഉയർത്തണം നബിയേ, അങ്ങയുടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കപ്പെടും നബിയേ, അങ്ങേക്ക് എന്താണ് വേണ്ടത് ചോദിച്ചോളൂ എന്ന് അല്ലാഹു ജല്ല ജലാലു ഹബീബിനോട് തല ഉയർത്താൻ പറഞ്ഞ് ഷഫാഅത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു നേരം അത് ഹബീബിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഫാഅതി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തികളിൽ വൻ ദോഷങ്ങൾ ചെയ്തവർക്ക് എന്റെ ഷഫാഅത്ത് ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ പ്രവാചകന്മാർക്കും ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയിൻ ബിദഅവതിഹി വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി. ഓരോ പ്രവാചകന്മാർക്കും ചോദിച്ചാൽ ഉടനെ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന, ഗ്യാരണ്ടിയുള്ള ഒരു പ്രാർത്ഥന അള്ളാഹു കൊടുത്തിരുന്നു. ആ പ്രാർത്ഥന എല്ലാ നബിമാരും ഈ ലോകത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. എന്റെ ആ പ്രാർത്ഥന എന്റെ ആ പ്രാർത്ഥന ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. എന്തിന്? ശഫാഅതൻ ലിഉമ്മതി, എന്റെ ഉമ്മത്തികൾക്ക് ശുപാർശ ചെയ്യാൻ, അല്ലാഹുവിനോട് ചെന്ന് റെക്കമെൻഡ് ചെയ്യാൻ, ഇന്റർസെഷൻ ചെയ്യാൻ വേണ്ടി ഞാനിത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فكلي شفيعا يوم لا ذو شفاعتي بمغن فتيلا عن سواد بن قاربي. നബിയെ, സവാദ് ബിൻ ഖാരിബിന് ആരും ശഫാഅത്ത് ചെയ്യാനില്ലാത്ത നേരത്ത് അങ്ങനെക്ക് ശുപാർശ തരണം നബിയെ എന്ന് നബിയോട് ചോദിച്ചിട്ടുണ്ട് സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു. ഹൗദുൽ കൗസർ നിബിതങ്ങൾ തന്നെ കോരിത്തരുന്ന വെള്ളമുണ്ട്. ഒരിടത്തു നിന്നും ഒരു പാനീയമോ ഒരു ഗ്ലാസ് വെള്ളമോ കിട്ടാത്ത മഹ്ശറയിൽ എമ്പാടും വെള്ളം കോരിക്കൊടുക്കുന്ന ആകാശലോകത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണോ അത്രക്ക് എന്റെ പുഴയിൽ, എന്റെ ഹൗദുൽ കൗസറിൽ കുടിക്കാനുള്ള കോപ്പുകളുണ്ട് എന്ന് മുത്തുനബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅദദി നുജൂമിസ് സമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, അങ്ങേക്ക് നാം കൗസർ തന്നിരിക്കുന്നു നബിയെ. ഹാഫതാ, ആ നെഹറിന്റെ ആ പുഴയുടെ രണ്ടറ്റങ്ങളും കിടക്കുന്നത് പവിത്രമേറിയ മരതക കല്ലുകളാണ്, മുത്തുകളാണ്, പവിഴങ്ങളാണ്. മസ്കാണതിന്റെ അടിവാരം കിടക്കുന്നത്. അത്രയും പുണ്യമായ വെള്ളം ആരെയാണ് അല്ലാഹു കുടിപ്പിക്കുന്നത്? ഈ ഉമ്മത്തികളിൽ ഹബീബിന്റെ മുത്തബഈങ്ങളായവർക്ക്, നബിയെ സ്നേഹിച്ചവർക്ക്. അത് കിട്ടണം നബി തങ്ങളുടെ കയ്യിൽ നിന്ന്. സ്വഹാബി വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്
അല്ലാഹു അയച്ചവരെ നബിയേ, അല്ലാഹുവിന്റെ വചനം ഞങ്ങളെ ചൊല്ലി പഠിപ്പിക്കാൻ വന്നവരെ നബിയേ, നാളെ മഹ്ശറായിൽ കോടാനുകോടി ജനങ്ങൾ വരുമ്പോ അങ്ങേ ഞാൻ നാളെ തിരിച്ചറിയുമോ നബിയേ? നാളെ എവിടെയാണ് നബിയെ അങ്ങേ ഞാൻ തപ്പി നോക്കേണ്ടത്? എവിടെ വന്നാലാണ് അങ്ങേ കാണുക? നിസ്സാരം നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇവിടെ ഇരിക്കുന്നവര്, നമ്മുടെ മതിലിലിരിക്കുന്ന ആളുകൾ, ഒരാളെ നമ്മൾ അന്വേഷിച്ച് വന്നു എന്ന് വിചാരിക്കുക. ചിലര് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് 10,000 റുപ്യ തരാനുണ്ട്, അവൻ വേദനൊക്കെ മുമ്പിൽ പോയിരിക്കുന്ന ആളാ, അവിടെ വെച്ച് പിടിച്ചു വാങ്ങണമെന്ന് വിചാരിച്ച് ഒരുത്തം വന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ എസ്കേപ്പ് ചെയ്യാനെന്ന് ഉദ്ദേശിച്ചു വന്നവരൊന്നും ഇല്ലല്ലോ. എവിടെയാണ് അയാൾ തിരയാ? എങ്ങനെ കിട്ടും? കുറച്ച് പ്രയാസം ഉണ്ടാവും അല്ലെ? ചെറിയ സദസ്. എന്നിട്ട് പോലും മില്ലതുൻ ആദം, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ വന്നിട്ടുള്ള, ഇനി വരാനുള്ള, ഇതുവരെ വന്നവരും ലോകാവസാനം വരെ വരാനുള്ളവരും അള്ളാഹുവിന്റെ മഹ്ശറാ ഭൂമിയിൽ ഒരുമിച്ച് കൂടുമ്പോ എവിടെയാണ് നബിയേ അങ്ങേ എനിക്ക് കാണാൻ കഴിയുക? അങ്ങേ എനിക്ക് കാണണം നബിയേ, ഞാൻ എവിടെ വരണം? തങ്ങൾ പറഞ്ഞു, ഞാൻ ഹൗദുൽ കൗസറിന്റെ അരികത്ത് കാണും. അവിടെ അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ നബിയേ? അവിടെ കണ്ടില്ലെങ്കിൽ ആളുകളുടെ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന ബാലൻസില്ലേ അള്ളാഹുവിന്റെ മീസാൻ. വൽ മീസാനു ഹഖ്ഖുൻ, നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന ആ തുലാസ്, ആ ബാലൻസ്, ആ സ്കെയിൽ എന്ന് പറയുന്നത് ഹഖ്ഖുൻ, അത് സത്യമാണെന്ന് റസൂലുള്ളാഹി. ആരുടെ അമലാണ് നന്മകൾ കുറയുന്നതും തിന്മകൾ കൂടുന്നതും? ഫഫിന്നാർ, അവർ നരകത്തിന്റെ വഴിയിലേക്ക്. ആദനല്ലാഹ്. ഉമ്മച്ചികളുടെ ഓരോരുത്തരുടെയും നന്മതിന്മകൾ നോക്കുമ്പോ, തൂക്കി നോക്കുമ്പോ സൂക്ഷിച്ച് നീതി വേണം. നീതിയുടെ ലോകമാണിത്. എന്നിട്ട് പോലും ഉമ്മത്തികൾക്ക് വേണ്ടി നോക്കി നിൽപ്പാൻ ഒരാളുണ്ട്, അതാണ് റസൂലുള്ളാഹ്. സ്വർണം വാങ്ങിച്ച് തൂക്കി നോക്കുമുണ്ടല്ലോ നമുക്കൊരു നോട്ടം. ജ്വല്ലറിക്കാരൻ പറഞ്ഞ 21.25 ഗ്രാമിന് ആണോ ഇത്? അതല്ല, അതിൽ കുറച്ചിട്ട് എന്നെ പറ്റിക്കണുണ്ടോ? ഒന്നും കൂടെ തൂക്കിക്ക, ആ ടാഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേറെ തൂക്ക്. എന്തൊക്കെയാ നമ്മൾ പറയല്? എന്തെന്നറിയോ? എന്റെ ഒരു ഹക്ക് പോലും ഞാൻ വിട്ടെടുക്കൂല. നിങ്ങൾക്ക് വാങ്ങിക്കാം, അങ്ങനെ തന്നെ ചെയ്താൽ മതി, ഒന്നും കുഴപ്പമില്ല. പറ്റിക്കണ കാലാണേ, അതുകൊണ്ട് എന്ത് ചെയ്യാ, അങ്ങ് നോക്കിക്കോ, നിങ്ങളെ ഹക്ക് എടുത്തോ. മഹ്ശറായിൽ ഇങ്ങനെ ഒരു നോട്ടം, തുലാസിലേക്ക് ഉമ്മത്തിന് വേണ്ടി നോക്കുന്ന ഒരാളുണ്ട്. നമ്മൾ പോലും അല്ലാഹുവേ എന്താകും എന്നോർത്ത് പേടിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മീസാനിന്റെ അരികത്തുണ്ടാകും, എന്നെ അവിടെ കാണുമെന്ന് മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബി ചോദിച്ചു, നബിയേ, ഞാൻ അങ്ങയെ തേടി അങ്ങോട്ട് വന്നാലും അങ്ങയെ കാണാൻ പറ്റിയില്ലെങ്കിൽ അങ്ങയെ ഞാൻ എവിടെന്നാ കാണേണ്ടത്? തങ്ങൾ പറഞ്ഞു, അവിടെ രണ്ടിടത്തും കണ്ടില്ലെങ്കിൽ ഫഅന ഇൻദ സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ അരികത്ത് ഞാനുണ്ടാകും. ആ ബ്രിഡ്ജ് കയറാൻ പോകുമ്പോ അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് ഓരോ ഉമ്മത്തി കാൽ വെക്കുമ്പോഴും ആ പാലത്തിലേക്ക് കയറുമ്പോഴും എന്റെ ഉമ്മത്തിയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് എപ്പോഴും ദുആ ചെയ്തിരിക്കുന്ന ഹബീബ് അവിടെയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടിടത്തും കണ്ടില്ലെങ്കിൽ ഞാൻ സിറാത്തിന്റെ അരികത്ത് കാണും. സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, സിറാത്തിലും വന്നിട്ട് അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ? ഞങ്ങൾ പറഞ്ഞു, ഈ മൂന്നാലൊരു സ്ഥലത്തല്ലാതെ ഞാൻ ഉണ്ടാവില്ല. ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ ഉറപ്പാണ്. ഈ മൂന്നാലൊരു സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അല്ലാഹു നൽകിയ റഹ്മത്തല്ലയോ ഇത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബി തങ്ങളുടെ മോള് വരുന്നുണ്ടോ എന്നല്ല നബി ചിന്തിക്കുന്നത്. എന്റെ അലി, എന്റെ പുതിയാപ്പിള വരുന്നുണ്ടോ? എന്റെ ഖദീജ വന്നോ? എന്റെ ആയിഷ വന്നോ? സുഫിയ വന്നോ? ഉമ്മു സുലൈം, ഉമ്മു സലമ വന്നിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരെയൊന്നുമല്ല നബി ശ്രദ്ധിക്കുന്നത്. തങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉമ്മച്ചി എന്ന കാറ്റഗറിയിലാണ്. എന്റെ ഉമ്മച്ചികൾ. ഇത് കിട്ടണമെങ്കിൽ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുക തന്നെ വേണമല്ലോ. ഹബീബായ നബി തങ്ങളോടുള്ള ഹുബ്ബ്
ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഹബീബിനെ പിൻപറ്റുകയെങ്കിൽ അതാണ് എന്നോട് നിങ്ങൾ ചെയ്യുന്ന സ്നേഹത്തിന്റെ അടയാളം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബിയെയാണ് സ്നേഹിക്കുന്നത്, നബിയെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ട്, മുഖം നിറം മാറിയിട്ടുണ്ട്. നബി ചോദിച്ചു, യാ സൗബാൻ ലഖദ് തഗയ്യറ ലൗനു വജ്ഹിക്, സൗബാനെ മുഖത്തെ നിറം വല്ലാതെ മാറിയിരിക്കുന്നുവല്ലോ, എന്തുപറ്റി? ഒന്നുമല്ല നബിയേ, ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ അങ്ങയെ കാണാൻ കൊതിയാകുന്ന നേരം വരാറുണ്ട്. വീട്ടിലെന്റെ മക്കളോട് കൂടെ ഇരിക്കുമ്പോ എനിക്ക് തോന്നും എന്റെ റസൂലിനെ പോയൊന്ന് കാണണമെന്ന്. നബിയേ, അങ്ങനെ വരുമ്പോ എന്റെ കുഞ്ഞുങ്ങളൊക്കെ താഴെ വെച്ച് ഞാൻ ഓടി വരും അങ്ങയുടെ ഈ പള്ളിയിലേക്ക്, അൽ മസ്ജിദുൻ നബവിയിലേക്ക്. മദീനയിലെ പള്ളിയിൽ വന്നാൽ അങ്ങയെ കാണും ഞാൻ. നബിയേ, ദകർതു മൗതി വ മൗതിക്, ഞാനും നിങ്ങളും മരിക്കുന്ന രംഗം ഞാനൊന്ന് ഓർത്തുപോയി നബിയേ. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ എവിടെയെങ്കിലും അങ്ങയുടെ ഉമ്മച്ചികളിൽ ഒരു സ്വഹാബിയാവാൻ ഭാഗ്യം കിട്ടിയതിന്റെ പേരിലോ മറ്റോ അള്ളാഹു എനിക്ക് സ്വർഗം തന്നെങ്കിൽ തന്നെ നബിയേ, അങ്ങ് ഞങ്ങളെ പോലെയല്ലല്ലോ, അങ്ങ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരല്ലയോ. റുഫഅത ഇലൽ ഇല്ലീൻ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നബിയേ, അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോഴൊക്കെ ഓടി വരാറുള്ള എനിക്ക് നാളെ അങ്ങനെ ഓടി വരാൻ കഴിയുമോ? സ്വർഗലോകത്ത് അങ്ങയെ കാണാനൊക്കുമോ നബിയേ? ആ ഒരു സ്നേഹത്തിന്റെ വചനത്തിന് എങ്ങനെയാണ് ഹബീബ് മറുപടി പറയേണ്ടത്? എന്താണ് ഈ പറയുന്നത്? നാളെ പരലോകത്ത് ചെന്നാൽ അങ്ങനെക്ക് കാണാനൊക്കുമോ? കാരണം സ്വർഗം എന്ന് പറയുന്നത് ഇന്നൽ ജന്ന മിഅതു ദറജ, സ്വർഗം 100 തട്ടുകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് സങ്കല്പിക്കേണ്ട. മാ ബൈന കുല്ലി ദറജതൈനി മാ ബൈന അസ്സമാഇ വൽ അർദ്, ഓരോ ലെവലിന്റെയും വ്യത്യാസം ഭൂമിയിൽ നിന്ന് നക്ഷത്രമണ്ഡലങ്ങളുടെ അപ്പുറത്തേക്ക് അങ്ങറ്റം വരെ എത്തുന്ന ദൂരമാണ്, ഒന്നാം ആകാശത്തിന്റെ ദൂരമാണ് ഓരോ ലെവലും. അങ്ങനത്തെ 100 തട്ടുകളാണ്. താഴെയുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ല, മേലെയുള്ളവർക്ക് താഴെ തട്ടിലുള്ളവരെ വന്ന് കാണാൻ പറ്റും. ഹബീബേ, സൗബാനിന് നാളെ അങ്ങയെ വന്ന് കാണാനൊക്കില്ലല്ലോ നബിയേ. ആ സ്നേഹത്തിന് മറുപടിയായി അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്തു നിന്നൊരു വിശുദ്ധ വചനം ഇറക്കി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. നബിയേ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചുവല്ലോ, നാളെ സ്വർഗലോകത്ത് കടന്നാൽ തന്നെ അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോ മേലോട്ട് വരാൻ കഴിയില്ലല്ലോ നബിയേ. അതോർത്തുകൊണ്ടാണ് എന്റെ നിറം പോലും മാറിപ്പോയതെന്ന് ഖിന്നരായി ദുഃഖിതരായി അങ്ങയോട് പറഞ്ഞ ആ അനുയായിയോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. വമൻ യുതിഇല്ലാഹ, ആരൊക്കെയാണോ അല്ലാഹുവിനെ അനുസരിക്കുന്നത്, വർ-റസൂൽ, നിബിതങ്ങളെയും അനുസരിക്കുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാരാണ്? ശരീരത്തനുസരിക്കുന്നവരെമ്പാടുമുണ്ട്. തോന്നുന്നത് ചെയ്യുന്നത്, ആഗ്രഹമുള്ളതൊക്കെ ചെയ്യുക. അത് അള്ളാഹുവിന് ഇഷ്ടമാണോ എന്ന് ചിന്തിക്കാതെ, അത് നബിക്ക് ഇഷ്ടമാണോ എന്ന് ആലോചിക്കാതെ, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക, അവർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്ത അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ ദൂതന്മാർ, സച്ചരിതരായ സുദ്ദീഖീങ്ങൾ, രക്തസാക്ഷികളായ ശുഹദാക്കൾ, സജ്ജനങ്ങളായ സ്വാലിഹീങ്ങൾ, അവരോടൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ എന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി. ഒരു വലിയ സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം. കാലങ്ങളിൽ ഒരുപാട് പിറകിൽ വന്നവരാണ് നമ്മൾ, കർമ്മങ്ങൾ ഒരുപാട് കുറഞ്ഞവരാണ് നമ്മൾ, പാപങ്ങൾ ഒരുപാട് കൂടിയവരാണ് നമ്മൾ. അള്ളാഹു ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്
അവിടത്തെ അനുസരിച്ചുകൊണ്ട് ആ സ്വർഗലോകത്തെ നബിയുടെ കമ്പാനിയൻഷിപ്പ്, നബി ഞങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്നേഹജനങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സഹോദര സഹോദരിമാർക്ക്, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നവർക്ക് ആ ഭാഗ്യം നീ നൽകണമേ അല്ലാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മളൊരു അരമണിക്കൂറാകുമ്പോ ഇത് ചൊല്ലുന്ന തീരുമാനിച്ചത്. ഇൻഷാ അല്ലാഹ് അരമണിക്കൂറും 4 മിനിറ്റുമായി. അൽഹംദുലില്ലാഹ്. ഇരിക്കി ജസാക്കുമുല്ലാഹ് ഖൈർ. അവിടെ ഇരിക്കാൻ സൗകര്യവും കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലെങ്കിലേ എക്സ്ട്രാ കസേര കൊണ്ടുവരുന്നത് ഈ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്താലേ നിങ്ങളെല്ലാവരും നീങ്ങുമ്പോൾ പൊടിയൊക്കെ ആയിട്ടാകെ ബുദ്ധിമുട്ടും അലർജിയൊക്കെ വരും. ഇനി പുതിയ കസേര വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ അടുത്ത്, നിങ്ങൾ കുറച്ച് ദൂരത്തായി പോയോ എന്ന് എനിക്ക് തോന്നുന്നു, അപ്പോൾ കുറച്ച് ഈ അടുത്ത ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ ചെയറിട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് സഹോദരിമാർക്ക് ഇരിക്കാനുള്ള സൗകര്യം പരമാവധി ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഉള്ള സൗകര്യത്തിൽ തൃപ്തിപ്പെടുക. പിന്നെ ആ മതിലൊക്കെ ഇരിക്കുന്നവരെ ഉറക്കം തൂങ്ങി വീണു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. അടുത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മേലെന്ന് താഴെ വീട് വല്ലതും സംഭവിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ വന്നതും ഇവിടെ ഇരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ നബി തങ്ങളോടുള്ള ഹുബ്ബും സ്നേഹവും നമ്മുടെ ഖൽബുകളിൽ വർദ്ധിക്കാൻ അല്ലാഹു നിമിത്തമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. മുത്തുനബി തങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവമാക്കി മാറ്റണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിബിതങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പറഞ്ഞു തന്നു. കാന ഖുലുഖുഹു അൽ ഖുർആൻ. തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടന്നു പോകുന്ന ഖുർആനായിട്ട് മുത്തുനബിയെ നമുക്ക് തന്നിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവ ഗുണങ്ങളിൽ നമുക്ക് ഒരു ഗുണമെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. ഒരു സ്വഭാവം, ഒരൊറ്റ സ്വഭാവം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവരുടെ ഒരു അനുഭവത്തിൽ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വഭാവമുണ്ട്. അസ്മാ ബീവിയുടെ ഉമ്മ ജാഹിലിയ്യ കാലത്ത് മുസ്ലിമായിട്ടില്ലാത്തൊരു ഉമ്മയായിരുന്നു ഖുസൈല ഇബ്നത്ത് അബ്ദുൽ ഉസ്സ എന്നറിയപ്പെടുന്നവർ. നിബിതങ്ങളുടെ മുമ്പിൽ അസ്മാ റളിയല്ലാഹു അൻഹ സ്വന്തം സഹോദരിയാണ് ആയിഷ ബീവി. അവരുടെ അരികത്ത് വന്ന് മുത്തുനബിയോട് സംശയങ്ങളൊക്കെ ചോദിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ഖുസൈല ബിൻത് അബ്ദുൽ ഉസ്സ അസ്മാ ബീവിയുടെ ഉമ്മ കുറച്ച് സമ്മാനങ്ങളുമായി അസ്മാ ബീവിയെ കാണാൻ വന്നിരിക്കുകയാണ്. വീട്ടുകാര് അവരറിയാം, ഉമ്മാക്കറിയാം നബി തങ്ങളുടെ വീട്ടിലാണ് അസ്മാ പോയിരിക്കാറുള്ളത് റളിയല്ലാഹു അൻഹ. കുറച്ച് നെയ്യും ഗോതമ്പിന്റെ ഒരു ഭക്ഷണവും ഉണ്ടാക്കിയാണ് ഉമ്മ വന്നത്. അസ്മാ ബീവി പറഞ്ഞു, ലാ അഖ്ബലു ലകി ഹദിയ വലാ തദ്ഖുലി അലയ്യ ഹത്താ യഅ്ദന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, നിങ്ങളുടെ സമ്മാനം എനിക്ക് വേണ്ട. നിങ്ങൾ മുസ്ലിമായിട്ടില്ലല്ലോ, നിങ്ങളുടെ സമ്മാനം ഞാൻ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, എന്റെ അരികത്തേക്ക് കടന്നു വരണമെങ്കിൽ മുത്തുനബി നിങ്ങൾക്ക് സമ്മതം തരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരണ്ട. ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ചെവിയിലെത്തുമ്പോ
അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. സൂറത്തുൽ മുംതഹിന എന്നാണ് എന്റെ ഓർമ്മ. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അവിശ്വാസികൾ, അമുസ്ലിമീങ്ങൾ, അവര് പക്ഷേ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരാണ്. അങ്ങനെയാണ് എത്രയോ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ. നമ്മളോട് യുദ്ധം ചെയ്യേ, നമ്മളോട് ശത്രുത കാണിക്കേ ചെയ്യാത്ത 99% എന്ന് ഞാൻ പറയട്ടെ, ചെറിയൊരു ന്യൂനപക്ഷമേ അങ്ങനെ ഒരു അഗ്രസീവായിട്ടൊക്കെ പെരുമാറുന്നവരുള്ളൂ. അല്ലാത്തവരൊക്കെ വളരെ പീസ്ഫുൾ കോഎക്സിസ്റ്റിംഗ്, നമ്മൾ ജീവിക്കുന്ന പരസ്പര സമാധാനപരമായ ജീവിതം. പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയിലൊക്കെ വളരെ പെട്ടെന്ന് വർഗീയമായ ചിന്തകളും വർഗീയതപരമായ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വളരെ വളരെ വൾനറബിളായ ഒരു പ്രദേശമാണ്. നമ്മളൊരൽപ്പം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ജനങ്ങളെ വെറുപ്പിക്കാൻ വന്നവരല്ല. നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലം തുബഅസു മുഅസ്സിരീൻ. നിങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ വന്നവരാണ്, നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വന്നവരല്ല. മുബശ്ശിരീന, നല്ല വിശേഷം കൊടുക്കാൻ വന്നവരാണ്, ഗുഡ് ന്യൂസ് കൊടുക്കാൻ വന്നവരാണ് നിങ്ങൾ. ഗൈറ മുനഫിരീൻ, ജനങ്ങളെ ഉറപ്പിക്കാൻ വന്നവരല്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അസ്മാ ബീവി, നിങ്ങളുടെ ഉമ്മ ഖുതൈല എന്ന് പറയുന്ന നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നു തരുമ്പോ അവര് മുസ്ലിമത്തല്ല എന്നതിന്റെ പേരിൽ അത് സ്വീകരിക്കാതിരിക്കുകയും എന്നെ കാണാൻ പോലും വരണ്ട എന്ന് ഉമ്മയോട് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അസ്മാ, അല്ലാഹു തആല ഇത്തരം സത്യവിശ്വാസികളല്ലാത്തവർ, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ സ്വഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ ആട്ടി പുറത്താക്കാത്തവരുമായ അവിശ്വാസികൾ, നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. അൻതബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ലല്ലോ. വതുഖ്സിതൂ ഇലൈഹിം, അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അസ്മാ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഒരു അയൽപക്കത്തോ അല്ലാത്തിടത്തോ നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് ആയിട്ടോ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയോ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പരമാവധി നീതിയും നന്മയും ചെയ്തു കൊടുക്കുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മുത്തുനബി തങ്ങൾക്കായിത്തിറങ്ങുന്നത് അസ്മാ ബീവിയുടെ ഉമ്മയുടെ വിഷയത്തിലായിരുന്നു. മുത്തുനബി തങ്ങൾ പറയുന്നു, അസ്മാ, അറിയണേ അസ്മാ, അള്ളാഹുവിന് സൽസ്വഭാവം ഇഷ്ടമാണ്. നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയേ, എനിക്കൊരു സംശയം. ഒരു പെണ്ണിന് 2 ഭർത്താവുണ്ടെങ്കിൽ, ഒരാൾ മരിച്ചു, പിന്നെ ഒരാൾ കല്യാണം കഴിച്ചു, അങ്ങനെ 2 ഭർത്താവായി, ഒരാൾ മരിച്ചുപോയ ആൾ, ഒരാൾ ജീവിച്ചിരിക്കുന്ന ആള്. നബിയേ, എങ്ങാനും ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നാൽ 2 ഭർത്താക്കന്മാരും സ്വർഗവാസികളാണെങ്കിൽ അയ്യുഹുമാ സൗജുഹാ, ആരായിരിക്കും നബിയേ, ആരായിരിക്കും നബിയേ ഈ പെണ്ണിന്റെ ഭർത്താവ്? 2 മുഅ്മിനീങ്ങൾ, ഒരാൾ മരിച്ചപ്പോഴാണ് അടുത്ത ആള് കല്യാണം കഴിച്ചത്. ആരായിരിക്കും? നബി തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ. എന്താ പറയുന്നറിയോ? ആ 2 ആളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച ആരാണോ, ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത ആളാരാണോ, ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയ ആളാരാ, ഇതൊന്നും അല്ല തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ബേസിക്സ്, നമ്മുടെ മാൻഡേറ്ററിയായ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങൾ, അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യുകയും ചെയ്ത്
അത്രേ ഉള്ളൂ, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആളാണെങ്കിൽ തന്നെയും ലിഅഹ്സനിഹിമാ ഖുലുഖാ, ഈ രണ്ട് ഭർത്താക്കന്മാരിൽ ആരായിരുന്നോ ഏറ്റവും നല്ല സ്വഭാവമുണ്ടായിരുന്നത് ആ ഭർത്താവിനായിരിക്കും അവൾ ഭാര്യയായിട്ട് ലഭിക്കുക. ആ ഭർത്താവാണ് ഇവൾക്ക് ആ ആളാണ് ഇവളുടെ ഭർത്താവായിട്ട് വരുന്നത്. ഉമ്മുസലമ ബീവി അന്തം വിട്ടുപോയി. റബ്ബേ, കൂടുതൽ നിസ്കരിച്ച ആൾക്ക്, ദിക്ർ ചൊല്ലിയ ആൾക്ക് അതൊന്നും അല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്, നല്ല സ്വഭാവമുള്ള ആൾക്ക്. ആ മുഖത്തെ അത്ഭുതം കണ്ടപ്പോ മുത്തുനബി ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു, യാ ഉമ്മു സലമ ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈറൈ ദുനിയാ വൽ ആഖിറ. ഉമ്മു സലമ, സൽസ്വഭാവം ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും നന്മകൾ രണ്ടും സൽസ്വഭാവം കൊണ്ടുപോയിരിക്കുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് നബി തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, وإنك لعلى خلق عظيم. നബിയേ, അങ്ങയെപ്പോലെ സൽസ്വഭാവമുള്ള മറ്റൊരാളില്ലല്ലോ നബിയേ. وإنك لعلى خلق عظيم. അങ്ങയുടെ സൽസ്വഭാവം വലുതാണല്ലോ നബിയേ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം അല്പമെങ്കിലും ഖൽബിലുള്ള ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിക്കും അതിപ്പോ ആർക്കെങ്കിലും ഉണ്ടോ? ഈ മുതിർന്ന ആളുകളൊക്കെ പറയുമ്പോ ചെറുപ്പക്കാരിപ്പോ കേൾക്കുന്നുണ്ടോ പണ്ടത്തെ പോലെ? മുതിർന്നവരെന്ന് പറഞ്ഞാട്ടെ, കേൾക്കാറുണ്ടോ? അയാൾ ആരാ പറയാൻ? ആരെ പറയണത്? 15 വയസ്സായിട്ടില്ലാത്തവൻ. ആരെപ്പറ്റി? 50-60 വയസ്സുള്ള ആളെ പറ്റി. അത് അഹങ്കാരമാണ്. അതിന്റെ പേരാണ് അഹങ്കാരം എന്ന് പറയാം. പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞതാണ് അഹങ്കാരം. സ്വർഗത്ത് കടക്കാൻ പറ്റൂല. അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ മുതിർന്ന ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്നത് കിബറാണ്, അഹങ്കാരമാണ്. പിന്നെ മുതിർന്നവർക്ക് ചെറിയവരോട് കറക്ഷൻ ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു വിഷയം ഇപ്പൊ ഉണ്ട്. അത് മുതിർന്ന ആളുകൾ ചെറുപ്പക്കാരായിരുന്ന കാലത്തെ ചില വീക്ക്നെസ്സുകളൊക്കെ ഈ കുട്ടികൾക്ക് അറിയും. അപ്പൊ ഇവര് വല്ലതും ചെയ്തതിന് ഇപ്പൊ ഏതെങ്കിലും ഒരുത്തൻ, ഇപ്പൊ നമ്മുടെ തളങ്കരയിലോ മറ്റോ നമ്മുടെ പൂഴി വാരുന്ന കുട്ടികളിലോ അല്ലെങ്കിൽ അങ്ങാടിയിലൂടെ വെറുതെ നടക്കുന്ന കുട്ടികളിലോ ഗൾഫുകാരായ മക്കളിലോ തിന്മ ചെയ്യുന്ന മക്കളെ കണ്ടോ കള്ളൂടിയൊക്കെ നിർത്തിക്കൂടെ, സമയമായില്ലേ എന്ന് ചോദിച്ചാൽ, ഇച്ഛാ മിണ്ടണ്ട കേട്ടോ, പഴയ കഥ ഞാൻ ഇപ്പൊ വാട്സപ്പിൽ വിടും, ഉണ്ടല്ലോ മോനെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി വേണ്ട പോലെ ജീവിച്ചോ. കുട്ടികൾ അങ്ങോട്ട് പേടിപ്പിക്കുകയാണ്, വലിയവരങ്ങോട്ട് പേടിപ്പിക്കുക. അത് പേടിക്കാനുള്ളൊരു സാഹചര്യം അവർ ചെയ്തു വെച്ചത് കൊണ്ടാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അവരല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനെയല്ലേ? 100 ആളെ കൊന്നാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? മനുഷ്യന്മാര് പുറത്തു കൊടുക്കൂല. നമ്മൾ പഴയ കഥ പിന്നെയും പറയും. ഓൻ തൗബ ചെയ്ത് നന്നായിട്ടുണ്ടാവും. ഹജ്ജിനൊരു ഉംറക്കോ പോയിട്ട് അള്ളാഹുവിന്റെ കഅബത്തിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ്, റബ്ബേ ബോധമില്ലായിരുന്നു റബ്ബേ, ഞാൻ അതൊക്കെ ചെയ്തു പോയി, ഇനി ഞാൻ ചെയ്യില്ല പടച്ചവനെ, മാപ്പുതാ. അതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചെങ്കിൽ തെറ്റ് ചെയ്യാത്തവനെ പോലല്ലേ. നമ്മൾ പിന്നെയും പഴയ കഥ, മിണ്ടണ്ട പഴയ കഥ ഞാൻ എടുത്തിടും. എന്ത് ചെയ്യും? ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറയല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു പുറത്തു കൊടുക്കും. നമുക്ക് എന്താ പുറത്തു കൊടുക്കാൻ പണി? നമുക്ക് പുറത്തു കൊടുത്തൂടെ? അള്ളാഹു പുറത്തു കൊടുക്കണില്ലേ? നമ്മളൊക്കെ വല്ല മുന്തിയ ആൾക്കാരപ്പം നമ്മളൊക്കെ ഉള്ളിന്റെ ഉള്ള അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. നന്മ പറയുമ്പോൾ കേട്ട് സ്വീകരിക്കുന്നതാണ് വിനയം എന്ന് പറയുന്നത്, തവാഅ് എന്ന് പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അഹങ്കാരം അല്പമെങ്കിലും ഹൃദയത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്തുകയില്ലെന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനാ. നബിയേ, ഒരാൾക്ക് നല്ല മുന്തിയ വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. നല്ല ബ്രാൻഡ് ഷർട്ട്, വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മളിപ്പോ ലൂയിസ് ഫിലിപ്പോ ഒക്കെ പറഞ്ഞ അതിന്റെ കയ്യിലപ്പുറമുള്ള വലിയ വലിയ ബ്രാൻഡുകളൊക്കെ കാസർകോട്ട് ധരിക്കുന്നവരാ. വലിയ ബ്രാൻഡ് സാധനം ഉപയോഗിക്കണം എന്നൊക്കെ ഒരു ഇഷ്ടം തോന്നുക.
നബിയെ വനഅലുഹു ഹസനതൻ, നല്ല ചെരുപ്പിടണമെന്നും ആഗ്രഹം തോന്നുന്നുണ്ടല്ലോ നബിയെ, അതിൽ വല്ല കുഴപ്പവുമുണ്ടോ? അത് അഹങ്കാരമാണെന്ന് പറയുമോ നബിയെ? ഇതാണ് ചോദ്യം. നല്ല ഷർട്ടിട, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല സൗകര്യം, അതിന് വല്ല കുഴപ്പമുണ്ടോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹുവിന് സൗന്ദര്യം ഇഷ്ടമാണല്ലോ, ഇതിനൊന്നും കുഴപ്പമില്ല. നല്ല വസ്ത്രം, നല്ല പാൻസ്, നല്ല ചെരുപ്പ്, നല്ല രീതിയിലുള്ള എല്ലാം ബ്രാൻഡഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇസ്രാഫ് ചെയ്യരുത്, ധൂർത്ത് ചെയ്യരുത് എന്ന് മാത്രം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അല്ലാഹുവിന് ഇഷ്ടമാണ്. അൽ കിബ്റു, അഹങ്കാരം എന്ന് പറയുന്നത് അതല്ല. നല്ല വസ്ത്രം ധരിക്കലോ, നല്ല ചെരുപ്പിടലോ, നല്ല വാച്ചുകൾ, ഇതൊന്നുമല്ല അഹങ്കാരം എന്ന് പറയുന്നത്. ബതറുൽ ഹഖി, സത്യം ഒടിവെക്കുന്നത്, സത്യം സ്വീകരിക്കാതിരിക്കുന്നത്. വഗംതുന്നാസ്, ജനങ്ങളെ ഉപദ്രവിക്കുന്നത്, ജനങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത്, അതാണ് അഹങ്കാരമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണോ നമ്മുടെ സ്വഭാവം എന്ന് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണം നമ്മൾ പഠിക്കുക ഇന്ന്. അത്തവാദു, നബി തങ്ങളുടെ വിനയം, നബി തങ്ങളുടെ സിംപ്ലിസിറ്റി. തങ്ങൾ ആരാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മിഅ്റാജിന്റെ രാവിൽ പോകുമ്പോ ആകാശമണ്ഡലങ്ങൾ കഴിഞ്ഞു പോയി. നമുക്കിപ്പോ ആകാശം കാണുന്നുണ്ട്, നക്ഷത്രം തന്നെ നമുക്ക് കാണുന്നില്ല. ഇപ്പോ വെളിച്ചത്തിലായതുകൊണ്ടായിരിക്കും അല്ലെ? ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനാണ് നമ്മളൊരു ഗാലക്സി എന്ന് പറയുന്നത് അല്ലെ? അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികൾ അള്ളാന്റെ ദുനിയാവിലുണ്ട്. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. ആ ഒന്നാം ആകാശത്തെ നമ്മൾ അലങ്കരിച്ചു. എന്തുകൊണ്ട്? ബിമസ്വാബിഹ, നക്ഷത്രങ്ങളെ കൊണ്ട്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് ഈ ഗാലക്സി കൂട്ടങ്ങൾ കിടക്കുന്നത്. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3, 7 വരെ കഴിഞ്ഞ് 7ന്റെ അപ്പുറവും ചെന്നപ്പോഴാണ് പ്രകാശത്തിന്റെ കടൽ എന്നറിയപ്പെടുന്ന ബഹ്റുന്നൂർ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന സഹയാത്രികൻ ഹബീബിനോട് പറഞ്ഞത്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما اللهم صل على سيدنا ومولانا وحبيبنا محمد. മാലാഖമാരിൽ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ആക്സസ് ഇല്ലാത്ത സ്ഥാനത്തേക്ക് നബിയെ യാത്ര അയച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ വന്നാൽ എന്റെ പ്രകാശങ്ങളുടെ ചിറകുകൾ ഉണ്ടല്ലോ, 600 വരുന്ന പ്രകാശത്തിന്റെ ചിറകുകൾ കരിഞ്ഞു പോകും നബിയെ, അങ്ങൊറ്റക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ ആ മേഖലയിലേക്ക് കടന്നു പോവാൻ ഭാഗ്യമുണ്ടായ ഒരേ ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മുത്ത് നബിയാണ്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ ബീവിയുടെ അമ്മായിമ്മ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ ഹബീബായ നബി തങ്ങൾ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് വന്നു, അവരുടെ തലക്കരികിൽ വന്നു. എന്നിട്ട് ദുആ ചെയ്തു കൊടുത്തു, റഹിമകല്ലാഹു യാ ഉമ്മി, എന്റെ ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നബിയുടെ ഉമ്മ ആമിന ബീവിയാണ്, പക്ഷെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹം കൊടുത്ത് വളർത്തിയവരാണ് ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയുടെ അമ്മായിമ്മ, അലി തങ്ങളുടെ ഉമ്മ, അവരുടെ പേരും ഫാത്തിമയാണ്, ഫാത്തിമ ബിൻതു അസദ്. അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊടുത്തു നബി തങ്ങൾ, റഹിമകല്ലാഹു യാ ഉമ്മി കുൻതി ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മയായിരുന്നുവല്ലോ അങ്ങ്.
തജൂഈന വതുശ്ബിഈനി, നിങ്ങൾ വിശന്നപ്പോഴും നിങ്ങളേക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം തന്നു. ഉമ്മ, നിങ്ങൾ വിശന്ന് കിടന്നു. നിങ്ങൾക്ക് വസ്ത്രം ഇല്ലാതിരുന്ന സമയത്ത് പോലും എനിക്ക് വസ്ത്രം നിങ്ങൾ വാങ്ങിച്ചു തന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എടുക്കാതെ നിങ്ങൾ എനിക്ക് തന്നുവല്ലോ. തുരീദീന ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, നാളത്തെ പരലോകവും അല്ലാഹുവിന്റെ തൃപ്തിയുമാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഉമ്മയല്ലയോ ഉമ്മ നിങ്ങളെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹക്ക് ദുആ ചെയ്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, കുളിപ്പിക്കാൻ എടുത്തു വെക്കുവിൻ. ഫഗസ്സല സലാസൻ, 3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കർപ്പൂരകം ചേർത്ത വെള്ളമായി ആ നേരമായപ്പോ നിബിതങ്ങൾ ആ ബക്കറ്റ് വെള്ളം അവിടുത്തെ കൈകൊണ്ട് കൊണ്ടുവന്ന് ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയെ അവസാനത്തെ തവണ ഒഴിക്കുന്ന ആ വെള്ളം അവിടുത്തെ കൈകൊണ്ടാണ് നിബിതങ്ങൾ ഒഴിക്കുന്നത്. എന്നിട്ട് നിബിതങ്ങൾ ധരിച്ചിരുന്ന പ്രിയപ്പെട്ട അവിടുത്തെ വസ്ത്രം ഖമീസ്, ആ വസ്ത്രം ഊരിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മയാണ് ഈ ഫാത്തിമ ബിൻതു അസദ്, എന്റെ ഉമ്മയെ ഈ കുപ്പായത്തിൽ കഫൻ ചെയ്യണം. നിബിതങ്ങളുടെ വസ്ത്രം വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവൻ അതിന്റെ മീതെ വസ്ത്രത്തിൽ കഫൻ ചെയ്തു. ഹബീബായ നിബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. എന്നിട്ട് നിബിതങ്ങൾ വിളിച്ചു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ, അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, പിന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു സ്വഹാബിയെയും 4 പേരോടും പറഞ്ഞു ഖബർ കുഴിക്കണം. ഫാത്തിമ ബിൻതു അസദിനെ ഖബർ കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. അവര് ഖബർ കുഴിക്കുന്നത് ലഹദ് എന്ന രീതിയിലാണ്. നമ്മൾ ഇന്ന് കുഴിക്കുന്ന പോലെ നേരെ താഴേക്കല്ല മയ്യത്ത് വെക്കുന്നത്. മയ്യത്തിനെ ഖബറിന്റെ ഉള്ളിൽ തുരങ്കമുണ്ടാക്കി തുരന്ന് അതിന്റെ ഉള്ളിലേക്കാണ് വെക്കുക. എന്നിട്ട് സൈഡ് അടച്ചു വെക്കും. ആ ലഹദ് ഖബറിലേക്ക് ഇറങ്ങി പുണ്യ നിബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ടാണ് ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് ഖബർ കുഴിക്കുന്നത്. നിബിതങ്ങളാണ് ലഹദിന്റെ ഭാഗമെത്തിയപ്പോൾ തങ്ങളുടെ കൈകൊണ്ട്. അത് മാത്രമല്ല, ആ ഖബറിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് തങ്ങൾ പറഞ്ഞ ഫാത്തിമ ബിൻതു അസദ് എന്നവർ പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആ ഖബറിന്റെ ഉള്ളിലേക്ക് കയറി കടന്നുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുല്ലദീ യുഹീ വയുമീത്, ജീവൻ കൊടുക്കുന്നതും മരണം കൊടുക്കുന്നതും അല്ലാഹുവാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കുകയേ ഇല്ല. യഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിൻത് അസദ്, ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു നബിതങ്ങൾ ഫാത്തിമ ബീവിയെ, ഫാത്തിമ ബിൻതു അസദ് എന്ന നബിതങ്ങളുടെ ഉമ്മയെ, അമ്മായിയായ ഉമ്മയെ കിടത്തുന്നതിന്റെ മുമ്പ് നിബിതങ്ങൾ അവിടെ ഒന്ന് കിടന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലഖിൻഹാ ഹുജ്ജതഹാ, നിന്റെ മാലാഖമാർ വന്ന് ചോദ്യം ചോദിക്കുമ്പോ ഫാത്തിമ ബിൻതു അസദിന് നീ ഉത്തരം പറയാൻ തോന്നിപ്പിക്കണേ അല്ലാഹ്. വവസ്സി അലൈഹാ മുദ്ഖലഹാ, ഫാത്തിമ ബിൻതു അസദ് കിടക്കുന്ന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കണേ. എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്കാണ് ബിഹഖ് നബിയിക, നിന്റെ നബിയുടെ ഹക്കിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട്, വല്ലംബിയാഇല്ലദീന മിൻ ഖബലി, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ അവരുടെയും ഹക്ക് കൊണ്ട്, ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്ന് പറയുമ്പോൾ അലർജി തോന്നുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണേ. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കാണത്. ബിഹഖ് നബിയിക, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്, വല്ലംബിയാഇ മിൻ ഖബലി, എന്റെ മുമ്പ് വന്ന അമ്പിയ എന്റെ ഹക്ക് കൊണ്ടും എന്റെ ഉമ്മാക്ക് നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ. ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. ഫഇന്നക അർഹമുർ റഹീമീൻ, നീയാണല്ലോ എന്റെ ഉമ്മയോട് ഏറ്റവും റഹ്മത്ത് കാണിക്കാൻ കഴിയുള്ളവൻ, നീയാണല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ് ആ ഉമ്മാക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ച് ഖബറിലേക്ക് വെച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ബാസ് റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ഉമ്മയെ ഖബറിലേക്ക് വെച്ചു കൊടുത്തു. ആരാണ് ഈ പണിയൊക്കെ ചെയ്തത്? ലോകത്തിന്റെ ഗുരു ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും ഉയർന്ന സ്ഥാനത്തേക്ക് പോയവർ, അഫ്ളലുൽ ഖൽഖ്. ഇതാണ് ഹബീബിന്റെ ജീവിതം.
അത്രയും വലിയ വിനയവും താഴ്മയും എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയാനായോ? സ്വന്തം ഭാര്യയുടെ അമ്മായിമ്മയാണ്, നബി തങ്ങൾക്ക് അമ്മായിയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ ഉമ്മാക്ക് വേണ്ടി ഈ കർമ്മങ്ങളൊക്കെ നേരിട്ട് ചെയ്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യണമെങ്കിൽ ആ മനസ്സെന്ന് പറയുന്നത് എത്രയോ ലാളിത്യവും വിനയവുമുള്ള മനസ്സാവണ്ടേ? അപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. നേരിട്ട് ചെയ്യുന്നത് ആളെ ഏൽപ്പിച്ചാൽ പോരെ, സ്വഹാബികളോട് പറഞ്ഞാൽ പോരെ, തങ്ങളങ്ങ് ചെയ്തു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ത്വബറാനി തങ്ങൾ അൽ കബീറിലും അൽ ഔസത്തിലും രേഖപ്പെടുത്തിയ ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയിൽ രണ്ടാമതൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഹബീബായ നബി തങ്ങൾ എത്രയോ വലിയ സ്ഥാനമുള്ളവരാണെങ്കിലും തങ്ങളെ അങ്ങനെ അങ്ങ് വല്ലാണ്ട് പുകഴ്ത്തി പറയുന്നത് തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറാ ഇബ്നു മറിയം ബീവിയുടെ മകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ദിവ്യത്വം നൽകി പൂജിക്കുന്ന പോലെ, ദിവ്യമായി കാണുന്ന പോലെ, അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ പറ്റി പറയരുത് കേട്ടോ. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് എന്നെ പറ്റി പറയണം. എനിക്കതാണ് ഇഷ്ടം. നബി തങ്ങൾക്ക് ആ പ്രയോഗം ഇഷ്ടമായതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും കഥ പറഞ്ഞപ്പോൾ ബിഅബ്ദിഹി എന്നുപയോഗിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു لنريه من آياتنا إنه هو السميع البصير. അല്ലാഹുവിന്റെ ദാസനായ നബിയെ, അല്ലാഹുവിന്റെ അബ്ദായ നബിയെ, അല്ലാഹുവിന്റെ അടിമയായ നബിയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണെന്ന് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രത്തിൽ അല്ലാഹു വിവരിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ വിളിച്ചതെന്താണ്? ബിഅബ്ദിഹി. അല്ലാഹുവിന്റെ അബ്ദിനെ കൊണ്ടുപോയി. എന്തുകൊണ്ടെന്നാ? നബി തങ്ങൾ അതാണ് വിളിക്കാൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുമാറുണ്ടായിരുന്നത്, ഞാനൊരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത്. ഞങ്ങൾ പറഞ്ഞ വാക്കാണത്. ഞാനൊരു സദസ്സിലേക്ക് വരുമ്പോൾ മാ തഫ്അലൂ ലാ തഫ്അലൂ ബി കമാ തഫ്അലുൽ ആജിമു ബിമുലൂകിഹാ. അനർബികളായ ആളുകൾ അവരുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുതെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ എന്ത് ചെയ്തു എന്നതും കൂടെ പഠിക്കണം. ചിലർ അങ്ങനെ പറയും, നബി പറഞ്ഞു എഴുന്നേൽക്കരുത്, എന്നാ പിന്നെ ഉസ്താദൊക്കെ വരാണ്ടോ, ഇരുന്നോ, എഴുന്നേൽക്കണ്ട. അങ്ങനെയല്ല, തങ്ങൾ അങ്ങനെയാ പറയാ സ്വല്ലല്ലാഹു അലൈഹി. അത് തങ്ങളുടെ സ്വഭാവ മഹിമയാണ്. തങ്ങൾ പറയില്ല ഞാൻ വരുമ്പോ എഴുന്നേൽക്കും. തങ്ങൾ പറയോ? പറയില്ല തങ്ങൾ. അതുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ പോയറ്റ്, നബി തങ്ങളുടെ കവിയായിരുന്ന ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടിയത്, قيامي للعزيز علي فرض وترك الفرض ما لا يستقيم. قيامي للعزيز علي فرض وترك الفرض ما لا يستقيم. عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. നബിയേ, അങ്ങ് പറഞ്ഞുവല്ലോ ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുതെന്ന്. കേട്ടു നബിയെ, ഞങ്ങൾ കേട്ടു അത്. പക്ഷേ ഖിയാമീലിൽ അസീസ്, എന്റെ പ്രിയപ്പെട്ട നബിയേ, അങ്ങ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് അലയ്യ ഫർളു, അതെന്റെ ബാധ്യതയാണ് നബിയേ, അത് എന്റെ ബാധ്യതയാണ്. ഒരു വാപ്പ പറഞ്ഞു എന്ന് വിചാരിക്കാം മോനോട്, മോനെ ഞാൻ വരുമ്പോ, വാപ്പ വരുമ്പോ മോൻ എഴുന്നേൽക്കൊന്നും വേണ്ട എന്ന് വാപ്പ പറഞ്ഞാൽ അത് വാപ്പയുടെ സൽസ്വഭാവമാണ്. മോൻ എന്ത് ചെയ്യണം? മോൻ എഴുന്നേറ്റ് കൊടുക്കണം. അത് മോന്റെ സൽസ്വഭാവം അതാണ്.
നബിയേ, അങ്ങ് എഴുന്നേറ്റ് നിൽക്കരുതെന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ നബിയേ. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, എനിക്ക് നിർബന്ധമായത് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ നബിയേ. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു, ഞാൻ അത്ഭുതപ്പെടുകയാണ് നബിയെ, ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ അങ്ങയുടെ ഈ മഹാസൗന്ദര്യം കണ്ടിട്ട് എങ്ങനെയാണോ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുന്നത്, അതോർത്തിട്ടാണ് എന്റെ അത്ഭുതം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സ്വഹാബികൾ എഴുന്നേറ്റ് നിന്നവരാണ്. പക്ഷേ നബി തങ്ങൾ പറയാറുണ്ട് നിൽക്കരുത് എന്ന്. ഇവിടെ ഒരു ഉലമാ ഇന്ന് ചർച്ച വരും, നബിയുടെ ആ ആജ്ഞ സ്വീകരിക്കലാണോ, അത് അനുസരിച്ചുകൊണ്ട് അവിടെ ഇരിക്കലാണോ പുണ്യം, അതല്ല നബിയോടുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കലാണോ ഉത്തമം? ഉലമാഇന്റെ കണ്ടെത്തൽ അവിടെ നബിയോട് അദബ് കാണിക്കലാണ് ഉത്തമം. അദബ് ഒരു അംറിനേക്കാളും വലുതാണല്ലോ. അതുകൊണ്ട് തങ്ങളുടെ കൽപ്പന ഉണ്ടെങ്കിലും അദബ് കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി സ്വഹാബികൾ അങ്ങനെയാണ് ചെയ്തത്. ആനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ ഈ വചനങ്ങൾ എത്ര മനോഹരമാണ്. ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ എന്നവരുടെ പൊന്നുമോനെ, നബി തങ്ങളുടെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലോ നിങ്ങളുടെ മുഖത്തുള്ളത്, നബിയെ കാണാൻ കഴിഞ്ഞുവല്ലോ നിങ്ങളുടെ കണ്ണുകൊണ്ട്. യാ ലൈതനി വദിത്തു യാ ലൈതനി റഅയ്തു റസൂലല്ലാഹ്, നബി തങ്ങളെ ഞാനും ഒന്ന് കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോകുന്നു, വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ കാണാൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ലൗ റഅയ്തഹു മാദാ കുൻത തഫഅലു, ആ നബിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാനാ പ്ലാൻ ചെയ്തത്? എന്താ നിങ്ങൾ ചെയ്യുക നബിയെ കണ്ടാൽ? ആ റസൂലിനെ എനിക്കെങ്ങാനും കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ നബിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയും വഖബ്ബൽതു ബൈന ഐനൈഹി, ആ നബിയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഞാൻ തുരുതുര ഉമ്മ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ശിർ, സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ. മുത്തനബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ളകത്ത് മുത്തനബിയോടുള്ള സ്നേഹം കലർന്നു കഴിഞ്ഞാൽ ആ ഹൃദയമുള്ള ശരീരം നരകത്തിൽ പോവില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇനി നിങ്ങളൊന്ന് ഉറക്കെ ചൊല്ലോ, ഞാൻ ചൊല്ലാതെ നിങ്ങൾ ഉറക്കെ ചൊല്ലോ. اللهم سيدنا محمد മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എന്നാലും ആ സിന്ദാബാദ് വിളിക്കണ ഉഷാറൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ? എന്തേനിപ്പോ ഇലക്ഷന്റെ കാലത്തൊക്കെ സിന്ദാബാദിന്റെ ഊക്ക്. മാഷാ അല്ലാഹ്, അവിടെ ചെല്ലുന്നുണ്ടോ ഉറക്കെ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഉഷാറായിട്ട്. സ്റ്റേജും ഉള്ളവർ എഴുന്നേൽക്കണ്ടെന്ന് ഞാൻ പറയാൻ മറന്നുപോയതാണ്. അതൊരു അഭംഗിയല്ലേന്ന് തോന്നുകയാണ്. ഇരുന്നോളി എല്ലാവരും കയ്യും കാലൊക്കെ ഒന്ന് കുടയാനുള്ളവരൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ആ മതിൽമ കുടയണോട് ശ്രദ്ധിക്കണേ. മാഷാ അല്ലാഹ്. കല്യാണത്തിന് പോവല്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. എങ്ങനെയാ ഹബീബിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? ഹബീബായ തങ്ങളുടെ പ്രകൃതം തന്നെ വളരെ ലാളിത്യമായിരുന്നുവല്ലോ.
മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഉറൈമിർ ബിൻ സാഇദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നബി ഞങ്ങൾ കടന്നു വന്ന രംഗം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുന്നത് ഞങ്ങൾ ഓരോ ദിവസവും പുറത്തിറങ്ങി ഇങ്ങനെ നോക്കും. വെയിൽ ചൂടാകുമ്പോൾ ഞങ്ങൾ അതുവരേക്കും ചൂട് പിടിക്കുന്നവരെ, ഒരു ജൂലൈ മാസത്തിലാണ് നബി ഞങ്ങൾ ഹിജ്റ കഴിഞ്ഞ് മദീനയിലേക്ക് വരുന്നത്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് എത്തുന്നത് ജൂലൈ മാസത്തിലാണ്. ജൂലൈ മാസത്തിൽ സൗദിയിലും UAE-യിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈറ്റിലൊക്കെ ഉള്ള ചൂട് എത്രയാ? ജൂലൈ ഓഗസ്റ്റിലെ ചൂട്. ആ ചൂടത്താ നബി തങ്ങൾ ഹിജ്റ ചെയ്തു വരുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ആ നാട് വിട്ടതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതനുസരിച്ച് ജീവിക്കാൻ ഉമ്മത്തിന് പ്രയാസമായപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഉവൈമിർ എന്നവർ പറയുന്നു, ഞങ്ങൾ എന്നും രാവിലെ പുറത്തിറങ്ങും. വെയിൽ ചൂടാകുന്നവരെ പുറത്തിങ്ങനെ നോക്കി നിൽക്കും, നബി വരുന്നുണ്ടോ? വെയിൽ വല്ലാണ്ട് ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ വീടിനകത്തേക്ക് കയറിയിരിക്കും. അങ്ങനെ ഞങ്ങൾ 4-5 ദിവസം നബി ഞങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് വെയിൽ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ജൂതന്മാരിൽപ്പെട്ട ഒരാളാണ് നബി തങ്ങൾ വരുന്നത് കണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ ഞങ്ങൾ കാണിക്കുന്ന വെപ്രാളം കണ്ടപ്പോ ആ ജൂതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ ബനീ ഖൈല ഹാദാ ജദ്ദുകും ഖദ് ജാഅ. ബനൂ ഖൈല, മദീനക്കാരായ ഗോത്രക്കാരെ വിളിക്കുകയാണ്, നിങ്ങളുടെ വല്ലിപ്പ ഇതാ വന്നിരിക്കുന്നു. അവരെ വിചാരിച്ചു ഒരു വല്ലിപ്പയെ കാത്തിരിക്കുകയാണെന്ന്. ഹാദാ ജദ്ദുകും ഖദ് ജാഅ, നിങ്ങളുടെ വല്ലിപ്പ ഇതാ വരുന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിരേൽക്കാൻ പാട്ടുപാടിയില്ലേ അൻസ്വാരികൾ? വല്ലാത്തൊരു സ്വീകരണമല്ലേ കൊടുത്തത്. ത്വലഅൽ ബദ്റു അലൈനാ من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. മുത്തുനബി കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കറിഞ്ഞിരുന്നില്ല ആരാണ് മുത്തുനബി എന്നറിഞ്ഞിരുന്നില്ല. സിദ്ദീഖെന്നവരും അള്ളാഹുവിന്റെ റസൂലും ഒരേ പ്രായക്കാരാണ്. ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ സിദ്ദീഖെന്നവരെ, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നബിതങ്ങളെ. നബിതങ്ങളും സിദ്ദീഖെന്നവരും മദീനയിലേക്ക് വന്നപ്പോ ജനങ്ങളൊന്നാകെ പൊതിഞ്ഞു നബിതങ്ങളെ കാണാൻ. ഞങ്ങളൊരു ഈത്തപ്പനയുടെ താഴെയായിരുന്നു നിന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാവരും പൊതിഞ്ഞപ്പോ ഞങ്ങൾ അറിഞ്ഞില്ല ആരാണ് ഈ നബി എന്ന്. ഇതിൽ നബി ഉണ്ടെന്നറിയാം, അത് സിദ്ദീഖെന്നവരാണോ നബിയാണോ എന്നറിയുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ജനങ്ങൾ പൊതിഞ്ഞപ്പോ ഈത്തപ്പനയുടെ തണലിൽ നിന്നും നബിതങ്ങൾ വെയിലത്തേക്ക് മാറിയപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തലപ്പാവെടുത്തുകൊണ്ട് നബിയുടെ തലയിൽ പുതച്ചു കൊടുത്തപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇതാണ് റസൂലുള്ളാഹ്. അപ്പോഴാ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നബിതങ്ങൾ ഇതാണ് നബിതങ്ങളെന്ന്. അതുവരേക്കും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്രക്കും വിനയമുള്ള വസ്ത്രവും വിനയമുള്ള പെരുമാറ്റവുമാണ് ഹബീബിന്റേതുണ്ടായത്. അതാണ് റസൂലിന്റെ മാതൃക. അതാണ് റസൂലിന്റെ മാതൃക. കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിൽ അങ്ങനെ നബിതങ്ങൾ പെരുമാറിയിട്ടില്ലല്ലോ. ഒരു സദസ്സിലേക്ക് വരുമ്പോ റോമക്കാരനായ ഒരു ദൂതൻ മദീനയിൽ വന്ന് ചോദിച്ചുവല്ലോ, അയ്യുക്കും മുഹമ്മദു, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് പറയുന്നവർ? നബിയുടെ സദസ്സിനോടാ ചോദിക്കുന്നത്. തങ്ങളവിടെ ഇരിക്കുന്നുണ്ട്. അയ്യുക്കും മുഹമ്മദു, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് നബി? അപ്പൊ സ്വഹാബികൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ഹാദാ ഹുവൻ നബി, ഇതാണ് നബി എന്നവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അതിന്റെ അർത്ഥം എന്താണ്? വേറിട്ട് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ആർഭാടമോ കാട്ടിക്കൂട്ടലുകളോ നബിതങ്ങൾ ചെയ്തിട്ടില്ല. അത് നബിതങ്ങളുടെ ചര്യയുടെ ഭാഗവുമല്ല. ആളെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാക്കുന്നത്, ആരോ ആണ് ഈ വരുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി ബഹളം കൂട്ടാൻ വേണ്ടി പറയുന്നത്, അങ്ങനെ ഒരു വേഷവിധാനം ചെയ്യുന്നത്, അങ്ങനെ ഒരു തരം ആക്ടിങ് ചെയ്യുന്നത്, ഇതൊന്നും ഹബീബ് ചെയ്ത പണിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അത്രക്ക് ലാളിത്യം സൂക്ഷിച്ചവരല്ലേ.
നബിയോട് സുന്നത്ത് കാണിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ വിനയവും താഴ്മയും ഹബീബിന്റെ സ്വഭാവത്തിന്റെ മാർഗമാണ്. ഹബീബിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നുവല്ലോ. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ വസ്ത്രം കണ്ടപ്പോ വഅലൈഹി ബുർദാനി ഖത്രിയാനി ഗലീളാനി ഖശിനാൻ, നല്ല കട്ടിയുള്ള കമ്പിളിയുടെ ഒരു വസ്ത്രം നബി തങ്ങൾ ധരിച്ചിരുന്നു. അന്ന് ചൂടുകാലമാണ്, നല്ല ചൂടെടുക്കുന്നുണ്ട്. ആ സമയത്ത് നബി തങ്ങൾ ഇതിൽ വെള്ളമൊഴിക്കും. വെള്ളമൊഴിച്ചാൽ അതിന് ദുർഗന്ധം വരും. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഭർത്താവേ എന്ന് വിളിക്കേണ്ടിടത്ത നബി തങ്ങളെ ആയിഷ ബീവി എന്താ വിളിക്കുക? യാ റസൂലല്ലാഹ്. ഫാത്തിമ ബീവി വാപ്പാ എന്ന് വിളിക്കേണ്ടിടത്ത് ബീവിയായ മോൾ എന്താ വിളിക്കുക? യാ റസൂലല്ലാഹ്. വല്ലിപ്പ എന്ന് വിളിക്കേണ്ടിടത്ത് ഹുസൈൻ തങ്ങൾ എന്താ വിളിക്കുക? യാ റസൂലല്ലാഹ്. എല്ലാവരും അതാ വിളിക്കുക, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഇന്ന സൗബൈക, അങ്ങയുടെ ഈ രണ്ട് വസ്ത്രം, ഖശിനാനി ഗലീളാനി, വളരെ പരുക്കവും തീരെ സോഫ്റ്റുമല്ലാത്ത വസ്ത്രമാണല്ലോ നബിയേ. അങ്ങതിലേക്ക് വെള്ളം കുടയുമ്പോ ആ വസ്ത്രത്തിന് ഭാരമാവുന്നുണ്ട്, അതിന് ഗന്ധവും വരുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ഷാമിൽ നിന്നൊരു കച്ചവടക്കാരൻ വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നേർത്ത വസ്ത്രമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വസ്ത്രം, ഈ രണ്ട് വസ്ത്രങ്ങൾക്ക് പകരമായി രണ്ട് നല്ല മിനുത്ത വസ്ത്രം അങ്ങേക്ക് വാങ്ങിക്കൂടെ നബിയെ? കയ്യിൽ പൈസ ഇല്ലെന്നറിയാം. ഒരു താമസം കഴിഞ്ഞ്, ഒരല്പനേരം കഴിഞ്ഞ്, 1 മാസം 2 മാസം കഴിഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞ് കടമായി വാങ്ങിച്ചുകൂടെ നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുന്നു. കടം വാങ്ങിച്ചുകൂടെ? 2 വസ്ത്രം, ഹബീബിന്റെ കയ്യിൽ പൈസ അല്ല വാങ്ങിക്കാൻ. എന്റെ സഹോദരിമാരെ, അലമാര നിറഞ്ഞിട്ടവിടെ തൂക്കിയിടാൻ സ്ഥലമല്ല വസ്ത്രം കൊണ്ട്, അല്ലേ? ചെരുപ്പ് ഓരോരോ വസ്ത്രത്തിലേക്കും മാച്ച് ചെയ്യുന്ന ചെരുപ്പ് വാങ്ങിച്ചിട്ടേ ഷൂറാക്കിലിന് സ്ഥലമല്ല ചെരുപ്പ് വെക്കാൻ. ഇതല്ലേ നമ്മുടെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കി. എന്നാ ആർക്കിട്ട് കൊടുക്കുവോ? വാങ്ങിച്ചു കൊടുക്കുവോ? ഇല്ല. നമുക്ക് ഓരോ സൽക്കാരത്തിനും ഒരു വസ്ത്രം വേണം, അല്ലേ? ഓരോ കല്യാണത്തിനും ഒരു വസ്ത്രം. അത് കഴിഞ്ഞ കല്യാണത്തിന് ഇട്ടില്ലേ? എത്രയാ വില? 15,000, 25,000. അതിനിടാൻ പറ്റൂല. ഇനി മനുഷ്യന്മാരെ കാണാൻ തന്നെ പറ്റൂല എന്നാ വിചാരം. പിന്നെ വേറെയായി. ഇസ്രാഫല്ലേ നമ്മൾ ചെയ്യുന്നത്? ദുർവ്യയമല്ലേ നമ്മൾ ഈ ചെയ്യുന്നത്? മുത്തുനബിയെ, അങ്ങയുടെ ശരീരത്തിലുള്ള ഈ പരുപരുത്ത 2 വസ്ത്രങ്ങൾക്ക് പകരം സോഫ്റ്റായ 2 വസ്ത്രം ആ സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വന്ന മനുഷ്യനോട് ഒരു കാലാവധി പറഞ്ഞിട്ടങ്ങ് വാങ്ങിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദൂതനെ പറഞ്ഞയക്കുന്നത്. അയാളുടെ അരികത്തേക്ക് ഭാര്യയല്ലേ പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ. ആ മനുഷ്യൻ വല്ലാത്ത ദുഷ്ടനായിരുന്നു. അയാൾ പറഞ്ഞു, മുഹമ്മദ് നബി ഉദ്ദേശിച്ചത് എനിക്കറിയാം. എന്നിൽ നിന്ന് 2 വസ്ത്രം വാങ്ങിച്ചിട്ട് കാശ് തരാതെ പോവാനല്ലേ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പരാതി പറഞ്ഞു നബി തങ്ങളുടെ ദൂതൻ, നബിയെ അങ്ങേക്ക് തരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്താണ്? ഖദ് കദബ, അവൻ പറഞ്ഞത് നുണയാണല്ലോ, അത് സത്യമല്ലല്ലോ. ഖദ് അലിമൂ, ജനങ്ങൾക്കറിയാമല്ലോ, അന്നീ അത്ഖാഹും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും പേടിക്കുന്നത് ഞാനാണെന്നും, വഅദ്ദാഹും ലിൽ അമാനഹ്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി കൊടുത്തു വീട്ടുന്നതും ഞാനാണെന്ന് ജനങ്ങൾക്കറിയുമല്ലോ. അവൻ തന്നില്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് ആ വസ്ത്രമാണ് ഹബീബ് ധരിച്ചതെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. തങ്ങൾ അങ്ങനെ ചെയ്തു എന്നാ. പക്ഷെ തങ്ങളുടെ മുമ്പിൽ വരുന്ന സ്വഹാബികളോട് നല്ല വസ്ത്രം ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്ന് വളരെ കീറിപ്പറഞ്ഞൊരു വസ്ത്രട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ തങ്ങൾ ചോദിച്ചു, അമാല കമാൽ, നിനക്ക് സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് നബിയെ. എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ അസ്വാജ്, എല്ലാ തരത്തിലുമുള്ള സമ്പത്തുണ്ട് നബിയെ. സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകമുണ്ട്, കൃഷിയുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ട് ഇങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രട്ട് നിൽക്കുകയാണോ എന്ന് തങ്ങൾ ചോദിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? അള്ളാഹു നിങ്ങൾക്കൊരു നിഅമത്ത് തന്നാൽ
അള്ളാഹു നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നാൽ അല്ലാഹു യുഹിബ്ബു, അല്ലാഹു ഇഷ്ടമാണ് അയ്യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹു അവന്റെ അടിമക്ക് കൊടുത്ത അനുഗ്രഹം അവരുടെ മേൽ കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ മുതലാളിമാർ ദാരിദ്ര്യം പിടിച്ചവരെ പോലെ നടക്കരുത് എന്ന് നിബിതങ്ങൾ ആ മുതലാളിയായ മനുഷ്യനോട് ശാസന ചെയ്തിട്ടുണ്ട്. എന്നാലും നിബിതങ്ങൾ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, തങ്ങൾ ആ ലാളിത്യത്തിലാണ് ജീവിച്ചത്. അങ്ങനെയാ തങ്ങൾ ജീവിച്ചത്. പക്ഷേ മുന്തിയ വസ്ത്രമിടുമ്പോഴും അതിന്റെ ഉള്ളിലൂടെ ഒരഹങ്കാരമോ ഞാൻ തരക്കേടില്ലെന്ന തോന്നലോ ഒന്നുകൂടാ എന്നാണ്. തങ്ങളുടെ സദസ്സിൽ വന്നിരിക്കുന്നു ഒരു മുതലാളിയായ ആൾ. ആ മുതലാളിയുടെ അരികത്ത് ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം വന്നിരിക്കുന്നു. ശുദ്ധമായ ഹബീബിന്റെ സദസ്സിലാണ് സംഭവം നടക്കുന്നത്. നല്ല മുന്തിയ വസ്ത്രം ധരിച്ചൊരു മുതലാളി, അയാളുടെ അരികത്ത് ഒരു പാവപ്പെട്ട ഒരാൾ വന്നിരിക്കുന്നു. ആ സമയത്ത് മുതലാളി തന്റെ വസ്ത്രം ഒന്ന് കൂട്ടിപ്പിടിച്ചു. ആ പാവപ്പെട്ട ആൾ ഇതിൽ ഇരുന്നു പോവണ്ട, തന്റെ വസ്ത്രത്തിൽ ചവിട്ടി പോവണ്ട എന്ന് വിചാരിച്ച്. അത് കണ്ടപ്പോഴാണ് ഹബീബ് ചോദിച്ചത്, നിങ്ങൾ പേടിച്ചു പോയോ? നിങ്ങളുടെ സമ്പത്ത് അയാളിലേക്ക് പോകുമെന്നോ അയാളുടെ ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുമെന്നോ നിങ്ങൾ പേടിച്ചോ? എന്തിനാ ഈ വസ്ത്രം കൂട്ടിപ്പിടിച്ചത് എന്ന് ചോദിച്ചപ്പോ ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്തേ നിങ്ങളാ ചെയ്തത്? ആ മനുഷ്യന് വിഷമം തോന്നൂലേ? പാവപ്പെട്ട ഒരാൾ വന്നപ്പോഴേ നിങ്ങളെ കൂട്ടിപ്പിടിക്കേ. സ്വഹാബി ചിന്തിച്ചെന്താ പറഞ്ഞെന്നറിയോ? നമ്മളെന്നാ സോറി എന്ന് പറഞ്ഞു പോകും അല്ലേ? മേലേത്തല മലയാളികൾ സോറി പറയാൻ മടിക്കുന്നവരാ. സോറി എന്നും പറയില്ല, താങ്ക് യു എന്നും പറയില്ല. അത് ഇംഗ്ലീഷ് ആണെങ്കിലും നല്ലൊരു അർത്ഥമല്ലേ, നന്ദി എന്നല്ലേ അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞു പോകും അല്ലേ? സുബ്ഹാനല്ലാഹ്. കുറെ നമുക്ക് ഉഷാറാവാണ്ട് ഇൻഷാ അല്ലാഹ്. ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, സഅൻസിലു ലഹു അൻ നിസ്ഫി മാലി, എന്റെ സമ്പത്തിന്റെ നേർപകുതി ഞാൻ അയാൾക്ക് കൊടുത്തോട്ടെ നബിയേ. കയ്യിൽ കൊണ്ടുവന്നതിന്റെ പകുതി എന്നല്ല പറഞ്ഞത്, എന്റെ സമ്പത്തിന്റെ നേർപകുതി ഈ പാവപ്പെട്ട ആൾക്ക് ഞാൻ കൊടുത്തോട്ടെ നബിയേ. ഞാനിങ്ങനെ വസ്ത്രം കൂട്ടിപ്പിടിച്ചപ്പോ അയാൾക്ക് വിഷമം തോന്നി കാണില്ലേ? അതിന് പകരം ആ മനസ്സിൽ തോന്നിയ വിഷമത്തിന് എന്റെ സമ്പത്തിന്റെ നേർപകുതി ഞാൻ കൊടുത്തോട്ടെ നബിയേ. സ്വന്തം അയൽപക്കക്കാരൻ, ബന്ധുവോ കുടുംബക്കാരനോ ആണെങ്കിൽ പോലും ഒരടി, ഒരു വഴിക്കൊരു കാറ് നിരങ്ങാതെ പോവാൻ നമ്മൾ കൊടുക്കുവോ? കൊടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മളൊക്കെ വലിയ മുസ്ലിമീങ്ങളാണ് അല്ലേ? അയൽവാസിക്കൊരു ഉപകാരം, ബന്ധുവിനൊരു ഉപകാരം നമ്മൾ ചെയ്യൂല. റോഡ് വീതി വേണമെന്ന് എല്ലാവരും പറയും ചെയ്യും, ഒരൊറ്റ കുട്ടി കൊടുക്കൂല. ഞാൻ വിട്ടുകൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. ഓൻ വിട്ടുകൊടുത്ത ആ മനുഷ്യൻ എത്ര ആളുകൾ അതിൽ യാത്ര ചെയ്തു പോകുന്നുണ്ടോ, അവരുടെയൊക്കെ പ്രാക്ക് ഒഴിവായി കിട്ടൂലേ മിനിമം? നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകുന്ന അരികത്തുകൂടെ അയൽപക്കക്കാരന് പോകാനൊരു വഴി കൊടുക്കാൻ എന്താ നമ്മുടെയൊക്കെ പ്രയാസം? എത്രയോ സ്ഥലം അപ്പുറത്തോ സൈഡിലൊക്കെ ഉണ്ടെങ്കിലും ഒരടി വിട്ടുകൊടുക്കൂല. പൊന്നാര മോനെ, എത്ര പൈസ എന്ന് വെച്ചാൽ തരാം. അതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ സ്ഥലം തരൂല. എന്നിട്ട് നമ്മളും പറയും ഞാൻ മുസ്ലിമാണ്, ഒരു പള്ളി കമ്മിറ്റി മെമ്പറും ആയിരിക്കും, ദീനുൽ ഇസ്ലാമിന്റെ വലിയ മുന്തിയ ആളുമായാൽ. സുബ്ഹാനല്ലാഹ്. എന്താ അതുകൊണ്ടൊക്കെ കാര്യം? നമ്മൾ ആലോചിച്ച് നോക്കണേ. നമ്മൾ ആലോചിച്ച് നോക്കി. നബിയെ, ആ മനുഷ്യന്റെ മനസ്സിന് ഞാൻ എന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചത് കൊണ്ട് തോന്നിയ ചെറിയൊരു വിഷമത്തിന് പകരം പ്രായശ്ചിത്തമായി ഞാൻ ചെയ്യുന്ന, അതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന എക്സ്പിയേഷൻ ഞാൻ ചെയ്യുന്നത് എന്റെ സമ്പത്തിന്റെ നേർപകുതി ഞാൻ ഇയാൾക്ക് കൊടുക്കുകയാണ് നബിയേ. പോരെ എന്ന് ചോദിച്ചു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്കി, അയാൾക്ക് പൊരുത്താണെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു, ഞാനത് തരട്ടെ, എന്റെ സമ്പത്തിന്റെ നേർപകുതി നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അത് പൊരുത്താണോ? അല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വേഗം ചിന്തിക്കുക അയാൾ മുഴുവൻ കിട്ടണമെന്ന് ചോദിച്ചിട്ടുണ്ടാവുന്നു അല്ലേ? അത്ര തരണേ പിന്നെ മുമ്പ് വാക്യം തരുമല്ലോ. അയാൾ പറഞ്ഞത് അതല്ല. ഇതൊക്കെ നബിയുടെ മദ്രസയിൽ പഠിച്ചവരാണേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തർബിയത്ത് കിട്ടിയവരാ. വാദിയും പ്രതിയും രണ്ടുപേരും നബിയുടെ സദസ്സിൽ പഠിച്ചവരല്ലേ. എന്താണ് ആ പാവപ്പെട്ട ആൾ പറഞ്ഞെന്നറിയോ?
അഖ്ശാ അൻ യുസീബനി മാ അസ്വാബഹു മിനൽ ഗുറൂർ. യാ റസൂലല്ലാഹ്, നബിയേ, സമ്പത്ത് കാശ് കയ്യിൽ വരുമ്പോൾ ഈ മനുഷ്യന് തോന്നിയ അഹങ്കാരം പോലെ എന്റെ കയ്യിൽ ഇയാളുടെ കാശ് വന്നാൽ എന്റെ കൽബിൽ അഹങ്കാരം തോന്നുമല്ലോ നബിയേ. അതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാൻ പൈസ ഇല്ലാതെ ജീവിച്ചു കൊള്ളാം, എനിക്കൊന്നും വേണ്ട നബിയേ, എനിക്ക് അഹങ്കാരം വരുമോ എന്ന് പേടി തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. വെറുതെ കിട്ടുന്നത് മുഴുവൻ വാങ്ങാൻ നടക്കുക നമ്മളല്ലേ? വെറുതെ കിട്ടണത് പിന്നെ കള്ളത്തരത്തിൽ പേപ്പറൊക്കെ ഉണ്ടാക്കി ആധാരവും എന്താണ് അടിയാധാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ആധാര എഴുത്തുകാർക്ക് കൈയെടുത്തിട്ടെ വില്ലേജ് ഓഫീസറൊക്കെ ബ്രൈബ് ചെയ്തിട്ട് നമ്മളുടേതാണെന്ന് വരുത്തുക, നമ്മളുടേതല്ലാത്തത്. സുബ്ഹാനല്ലാഹ്. ഞാൻ തരട്ടെ, എനിക്ക് വേണ്ട. അഖാഫു, ഞാൻ പേടിക്കുന്നു നബിയേ, അൻ യുസീബനി മിനൽ ഗുറൂരി മാ അസ്വാബ. ആ മനുഷ്യന് തോന്നിയ അഹങ്കാരം നാളെ എന്റെ കൽബിലും വരുമോ എന്ന് പേടിക്കുന്നു നബിയേ, അതുകൊണ്ട് എനിക്ക് വേണ്ട നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബിന്റെ സദസ്സിൽ നിന്ന് മനസ്സിലാവുന്ന, നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് പഠിക്കുന്ന പാഠം അതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഇന്നാ ലനൻദുറു ഇലൽ ഹിലാലി ثلاثة أهلة في شهرين. 3 തവണ മാസപ്പിറവി ഞങ്ങൾ നോക്കിക്കാണാറുണ്ട്, 2 മാസം 3 മാസം സമയമൊക്കെ. وما أوقدت في أبيات رسول الله صلى الله عليه وسلم نار. നബി തങ്ങളുടെ വീട്ടിൽ ഒരു വീട്ടിലും തീ പോലും പുകഞ്ഞിട്ടില്ല 3 മാസക്കാലത്തോളം. ഇത് പറഞ്ഞപ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയുടെ സഹോദരന്റെ സഹോദരിയുടെ മോനോടായി പറഞ്ഞത് ആയിഷ ബീവി. മോൻ ചോദിച്ചു, അമ്മായി, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഇളയമ്മ, എന്ത് പറ്റി? എങ്ങനെയായിരുന്നു നിങ്ങൾ പിന്നെ ജീവിച്ചത്? നബി തങ്ങളുടെ കാലശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാ പിന്നെ നിങ്ങൾ ജീവിച്ചത്? എങ്ങനെയാ ജീവിച്ചത്? മറുപടി വന്നു, അൽ അസ്വദാൻ. ആ കറുത്ത 2 സാധനങ്ങളായിരുന്നു. എന്താ രണ്ടെണ്ണെന്നറിയോ? ഒന്ന് കാരക്ക, ഒന്ന് വെള്ളം. വെള്ളം ഒന്ന് തോൽപാത്രത്തിലാ സൂക്ഷിക്കുക. അപ്പൊ തോൽപാത്രത്തിലേക്ക് നോക്കിയാൽ അതിന്റെ കളർ, കണ്ടെയ്നറിന്റെ കളർ കറുപ്പായതുകൊണ്ട് വെള്ളം കറുപ്പാണോ എന്ന് തോന്നും അല്ലെ? നമ്മളിപ്പോ വെള്ളത്തിന്റെ കളർ നീല എന്ന് പറയും. നീല നിറയായിട്ട് സ്വിമ്മിംഗ് പൂളിൽ നോക്കിയാൽ നീലയാണ്, കടലിൽ നോക്കിയാൽ പച്ചയായിട്ട് തോന്നും. നമ്മൾ അതിന്റെ അത് എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് ആ കളർ പറയാ. അന്ന് വെള്ളത്തിന് കറുപ്പ്, അല്ലെങ്കിൽ തഗ്ലീബിന്റെ അർത്ഥം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയുണ്ട്, ഒന്ന് കറുപ്പാണ് മറ്റേത് കറുപ്പായിട്ട് അറബ് ഭാഷയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും കാരക്കയും പച്ചവെള്ളവും 3 മാസമൊക്കെ കാരക്കും പച്ച. നമുക്ക് ഒരു ദിവസം കഴിയാൻ പറ്റുമോ കാരക്കും പച്ചവെള്ളം കഴിച്ചിട്ട്? സുബ്ഹാനല്ലാഹ്. ഭക്ഷണം നമ്മൾ ധൂർത്ത് ചെയ്യുന്നില്ലേ? എന്റെ കാസർഗോഡുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു സദ്യ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയാ മേനി കാണിക്കാൻ വേണ്ടി ഭക്ഷണം വെച്ച് വിളമ്പുന്നത്? എത്രയാണ്? മനുഷ്യന്മാർക്ക് തിന്നാനൊന്നുമല്ല, നാട്ടുകാരെ ഞെട്ടിക്കാൻ. അത് സാധാരണക്കാരനും അല്ലാത്തവരൊക്കെ ചെയ്യുന്നില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ മുത്തുനബിയുടെ ഉമ്മത്തികളല്ലേ? അതിഥികൾക്ക് എമ്പാടും സ്നേഹത്തോടുകൂടെ രുചിയുള്ള ഭക്ഷണം വിവിധ തരം നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ എന്തു ചെയ്യരുത്? വേസ്റ്റാക്കല്ല, ധൂർത്ത് ചെയ്യല്ലിൻ, അനാവശ്യമായത് നിങ്ങൾ ചെയ്യല്ലിൻ. മനുഷ്യനെ തിന്നാനൊരു പരിധിയില്ലേ? നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്കറിയില്ലേ? അവർക്ക് കഴിക്കാൻ ആവശ്യമായത് ഒരൽപ്പം ബാക്കി വന്നോട്ടെ, എന്നാലും നിങ്ങൾ ധൂർത്ത് ചെയ്യല്ലിൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തികളല്ലേ നമ്മൾ? കാരക്കയും വെള്ളവുമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ വീടുകളിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമുള്ള വീടുകൾ, അൻസ്വാരികളുടെ വീടുകൾ, അവരെമ്പാടും ഭക്ഷണം കഴിക്കുന്നവരാണ്. തങ്ങളുടെ വീട്ടിൽ മാത്രമില്ല, തങ്ങൾക്ക് ചോദിച്ചാൽ അവർ കൊണ്ടുവരാൻ ഒരുക്കമാണ്. തങ്ങൾ ആരോടും ആ വിഷമം പറയാറില്ല. ആരെങ്കിലും കണ്ടറിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുകൊടുത്താൽ അത് സ്വീകരിക്കുകയല്ലാതെ ഹബീബിന്റെ വീട്ടിൽ തീ ഉയരാത്ത മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം അത്രയും ലാളിത്യമുള്ളതായിരുന്നുവല്ലോ. ജൂതന്മാരോട് പോലും വിനയം, എല്ലാവരോടും വിനയം.
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും നടന്നു പോകുമ്പോഴാണ് ഒരു കൂട്ടം ജൂതന്മാർ പറഞ്ഞത്, അസ്സാമു അലൈക, നബിയെ നിങ്ങൾക്ക് സാം ഉണ്ടാവട്ടെ. സാം എന്ന അറബിയിൽ പറഞ്ഞാൽ അൽ ഹലാകു വൽ മൗതു വദ്ദമാറു, നാശം വരട്ടെ, മരണം വരട്ടെ എന്നൊക്കെയാണ് ഇതിനർത്ഥം. അസ്സാമു അലൈക്കും, അസ്സാമു അലൈക്കും അത് ജൂതന്മാരുടെ സലാമ. ഈ നാളെ നിങ്ങൾ പറഞ്ഞിടക്കണ്ടേ, അത് നമുക്ക് പറയാൻ പാടില്ല. അസ്സാമു അലൈക്കും, അസ്സലാമു എന്ന ലാമ് കളഞ്ഞിട്ട് എന്താ, നബിയോടുള്ള ദേഷ്യം കൊണ്ട് അവർ പറയും അസ്സാമു അലൈക്കും. തങ്ങൾ പറയും വഅലൈക്കും എന്ന്. തങ്ങൾ വഅലൈക്കും അത്രേ പറയൂ. തങ്ങൾക്കറിയാം ഇവര് അസ്സാമു എന്നാണ് ഈ പറയണത്. ശത്രുതയുള്ളവരോട് ശത്രുക്ക് മറുപടി ഉണ്ട്. ഓരെന്തായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മിണ്ടാണ്ടിരിക്കുക നല്ലത്. തങ്ങളുടെ പോളിസി അതാണ്. നമ്മളും അതാ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത്. ലോകത്തെ എല്ലാവരും എല്ലാം അംഗീകരിക്കുമോ? ഇല്ല. അങ്ങനെ ലോകത്താകെ ഒരു പ്രസ്ഥാനമല്ലേ ഉണ്ടാവുള്ളൂ, ഒരു നേതാവേ വേണ്ടൂ. അങ്ങനെയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ കാണും, ഓരോരോ സംഘടനകൾ കാണും. നമ്മൾ യുക്തമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ നിൽക്കുക, അതാണ്. അത്രേ പറ്റുള്ളൂ. എല്ലാവരും തിരുത്തി കൊടുക്കാൻ പറ്റും. എന്ത് പറഞ്ഞാലും അതിന് കുറ്റവും അതിന് കുറവും എല്ലാവർക്കും പറയാനുണ്ടാവും. ലോകം അതാണ്. മറുപടിക്ക് മറുപടി പറഞ്ഞ് സമയം കളഞ്ഞേണ്ടതുണ്ടോ? തെറിപ്രഭാഷണങ്ങൾക്ക് തെറിയിലൂടെ മറുപടി പറയാൻ നമുക്ക് പാടുള്ളതാണോ? ഇല്ല. ഇങ്ങോട്ട് കളിയാക്കുന്നതിന് അങ്ങോട്ട് കളിയാക്കാൻ പാടുണ്ടോ? ഇല്ല. ആ കളിയാക്കുന്നവർക്ക് അള്ളാഹ് കൊടുത്തേക്കും. നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കണ്ട. അതൊക്കെ പടച്ച തമ്പുരാനിലേക്ക് വിടാ. നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ നബിയോട് വല്ലാത്ത സ്നേഹമുള്ള നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അത് പിടിച്ചില്ല. ആയിഷ ബീവി പറഞ്ഞു, വഅലൈക്കുമുസ്സലാമു വല്ലഅന, ശാപവും നാശവും നിങ്ങൾക്കുണ്ടാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ മഹ്ലൻ യാ ആയിഷ, ശാന്തമായിരിക്കൂ ആയിഷ ബീവി, ശാന്തമായിരിക്കൂ ആയിഷ ബീവി. മഹ്ലൻ, മഹ്ലൻ, calm down, calm down ആയിഷ, ശാന്തമായിരിക്കൂ. മഹ്ലൻ, മഹ്ലൻ യാ ആയിഷ, ശാന്തമായിരിക്കൂ ആയിഷ. ഫഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാറ്റിലും സോഫ്റ്റ്നെസ് അല്ലാഹുവിന് ഇഷ്ടമാണ്. എല്ലാറ്റിലും നന്മയാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത്, വിനയമാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത്. ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവലം തസ്മഅ മാ ഖാലു, അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നബിയേ? ആയിഷ ബീവി വിചാരിച്ചു നബി അസ്സലാമു അലൈക്കും എന്നാണ് കേട്ടത്, നബി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നബി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ പറഞ്ഞു, ഫഖദ് ഖുൽതു വഅലൈക്കും, വഅലൈക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആയിഷ, ഇനി എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നമുക്കങ്ങനെ ചീത്ത പറയാൻ പാടില്ലല്ലോ എന്ന് സ്വന്തം ശത്രുക്കളോട് പോലും റജുലും മിനൽ അൻസ്വാർ, മദീനക്കാരിൽ അൻസ്വാരികളിൽപ്പെട്ട നിങ്ങളുടെ ഒരാൾ എന്റെ മുഖത്തടിച്ചു നബിയെ. ഒരു ജൂതൻ നബിയുടെ മുമ്പിൽ വന്ന് പരാതി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മുമ്പിൽ ഒരു ജൂതൻ കേസിട്ട് വന്നിരിക്കുക. ആർക്കെതിരെ കേസ്? നബി തങ്ങളുടെ ഉമ്മത്തികൾക്കെതിരെ. തങ്ങൾ അയാളെ വിളിക്കാൻ വേണ്ടി, നിങ്ങൾ അയാൾ അടിച്ചോ എന്ന് ചോദിച്ചു നബി തങ്ങൾ. ആ അൻസ്വാരി പറഞ്ഞു, നബിയെ ഞാൻ അടിക്കാൻ കാരണമുണ്ട്. സമിഅ്തുഹു ബിസ്സൂഖി യഹ്ലിഫു, അങ്ങാടി സത്യം ചെയ്ത് പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടു. എന്താണ് അവൻ പറഞ്ഞത്? വല്ലദിസ്തഫാ മൂസ അലൽ ബശർ, മൂസ നബിയെ സർവ മനുഷ്യരെക്കാളും തെരഞ്ഞെടുത്ത അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ജൂതന്മാരുടെ വിശ്വാസപ്രകാരം മൂസാ നബി അല്ലാത്ത വേറൊരു നബിനെ ഒരു അംഗീകരിക്കൂല. നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ? ഓരോരുത്തരും അവനവന്റെ ആളാണ് വലിയ ആള്, അവനവന്റെ നേതാവാണ് ഏറ്റവും വലുത്. എല്ലാവരും അങ്ങനെയാ പറയാ. നമ്മുടെ തസൗഫിന്റെ ഉലമാ തന്നെ ത്വരീഖത്തിന്റെ വിഷയത്തിൽ ഒരു വിഷയം അവർ ഉയർത്തിപ്പറയുന്നത്, അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞത് മറ്റൊന്നും കുഴപ്പമായിട്ട് പറയാനില്ല. ഒന്നുള്ളത്, അനുയായികളിൽ ഓരോരുത്തരും പറയും എന്റെ ഷെയ്ഖാണ് ഖുതുബുൽ അഖ്താബ്. ഇതൊരു കുഴപ്പമാണ്, അതൊരു അസുഖമാണ്. ഓരോരുത്തരും പറയും എന്റെ ഷെയ്ഖിന് എത്ര കറാമത്തുണ്ട്, എന്റെ ആള് ഇങ്ങനത്തെ ആളാണ്. അങ്ങനെ ഒരു അഭിമാനം പറച്ചിൽ അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് പറയും. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്.
ഹബീബായ നബി തങ്ങളുടെ അനുയായികളും സ്വഹാബികളുമുള്ള മദീനയിലാണ് പറയുന്നത്, മൂസ നബിയെ സർവ്വ മനുഷ്യരെക്കാളും തെരഞ്ഞെടുത്ത അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇത് അള്ളാഹുവിന്റെ റസൂലാണ്, അഷ്റഫുൽ ഖൽഖ് എന്ന് വിശ്വസിക്കുന്നവർക്ക് സഹിക്കാൻ കഴിയില്ല. ഈ സ്വഹാബി ചിന്ത മറ്റാളുകൾക്ക് വിഷമുണ്ടോ എന്ന് മുസ്ലിമീങ്ങൾ ആലോചിക്കണം. നമ്മളൊരു ആവേശത്തിന് കടക്കട്ടെ, എല്ലാവരും കേട്ടോട്ടെ, ഒരു ശബ്ദം കേൾക്കാൻ വിഷമുള്ള ഉപ്പ തൊട്ടടുത്ത് വീട്ടിൽ കിടക്കുന്നുണ്ടാവും. ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഉണരുന്ന പിഞ്ചു പൈതൽ തൊട്ടടുത്ത വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ മൈക്കിൽ അങ്ങനെ ഉറക്കണ്ട് ചൊല്ലിയാൽ അവർക്ക് വിഷമുണ്ടാവോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇത് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആവേശം കൊണ്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. മഹാനായ ഹൈദർലി ശിഹാബ് തങ്ങൾ ആ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയപ്പോ ചില ആളുകൾക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്. എന്നാ നമുക്കതുകൊണ്ട് കാര്യം? അത് ചൊല്ലുന്ന ആളുകൾ പള്ളിയിൽ ഒന്ന് ചൊല്ലിക്കോട്ടെ, നമ്മൾ വാങ്ക് വിളിക്കണില്ലേ, അൽഹംദുലില്ലാ, അതിനൊരു മുടക്കം വരാതിരിക്കാൻ വേണ്ടി ദ്വാര ചെയ്തോളി. നമ്മൾ അതും അപ്പുറം മൈക്കിലൂടെ ഏത് ചെറിയ സ്രാമ്പി പള്ളിയാ, ചെറിയ നിസ്കാര പള്ളിയാണ്, അവിടെ അങ്ങ് ഉറക്ക ഇശാ മഗ്‌രിബിന്റെ ഇടയിലോ അല്ലാതെയോ നമ്മൾ ചൊല്ലുന്ന ദിക്റും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണ്ട, വിഷമുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത്. അത് നബിയുടെ സുന്നത്താണ്. അതാ നബിയുടെ സുന്നത്ത്. വിഷമിപ്പിക്കണ്ട. തങ്ങൾ അതല്ലേ പറഞ്ഞു കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമം വരില്ലേ? നിങ്ങൾ അങ്ങനെ പറയല്ലേ. നമ്മളത് സംഘടനകൾ ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തും. ആരോടാ നിങ്ങൾ വീമ്പിളക്കുന്നത്? ആരോടാ നിങ്ങൾ കളിക്കുന്നത്? ഇതിന്റെ വിഷയം നോക്കരുത്. നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, പ്രശ്നം പരിഹരിക്കേണ്ട ആളുകളാണ്. നമ്മളത് മനസ്സിലാക്കിയ വളരെ സിമ്പിളാണ് സംഗതി. അള്ളാഹു നമുക്ക് ഇസ്സത്ത് തരും. നമ്മുടെ വിനയവും ഈ താഴ്മയിലുമാണ് ഇസ്സത്ത്. അപ്പോഴല്ല വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. നമ്മൾ ശ്രദ്ധിക്കുക, ആർക്കും പ്രയാസം ഉണ്ടാക്കരുത്. മൂസ നബി അലൈഹി എഴുന്നേൽക്കുമ്പോ, ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഒരു ഊത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാം അർശിന്റെ തൂണിൽ പിടിച്ചു നിൽക്കുന്നത് ഞാൻ കാണും. എനിക്കറിയില്ല ഈ ബോധം കെട്ടവരിൽ മൂസ നബി പെട്ടിട്ടില്ലേ, ഈ മരിച്ചവരിൽ മൂസ നബി പെട്ടിട്ടില്ലേ, അതല്ല മൂസ നബിക്ക് അല്ലാഹു നൽകിയില്ലേ എന്ന് എനിക്കറിയില്ല എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞ ജൂതനെ മുഖത്തടിച്ചതിന് മറുപടി പറഞ്ഞു, ലാ തുഖയ്യിറൂനി ബൈനൽ അംബിയാ. ജനങ്ങളുടെ ഇടയിൽ വെച്ച് എന്നെ പറ്റി നിങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറയുമ്പോ മറ്റുള്ളവർക്ക് വിഷമം തോന്നണ്ട. ഇതാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നല്ല സ്വഭാവങ്ങൾ ഹബീബിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ നബി തങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരുന്ന ജൂത ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നുവല്ലോ, ഗുലാമുൻ യഹൂദിയുൻ, ജൂതനായൊരു ചെറുപ്പക്കാരൻ നബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ വീട്ടിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വേലക്കാരന് ഒരു അസുഖം വന്നു, മരിക്കാറായി കിടക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആജന്മ ശത്രുക്കൾ എന്നൊക്കെയാ ഖുർആൻ പറയാ ജൂതന്മാരെ പറ്റി. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. ശുദ്ധ ഖുർആൻ പറയാം, ലതജിദന്ന, നിങ്ങൾക്ക് കാണാൻ കഴിയും നബിയെ, നിങ്ങൾക്ക് കാണാൻ കഴിയും, അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു, ഒരേ ഒരുത്തൻ അല്ലാഹുവാണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് ഏറ്റവും ശത്രുതയുള്ള രണ്ട് വിഭാഗമാണുള്ളത്. വിശുദ്ധ ഖുർആൻ പറയാം, ഖൽബിന്റെ ഉള്ളിൽ നമ്മളോട് ദേഷ്യമുള്ളവർ രണ്ട് വിഭാഗമുണ്ട്. പക്ഷെ അവരോടൊക്കെ നബി പെരുമാറിയത് വളരെ സ്നേഹത്തിലാണ്. അതാണ് അത്ഭുതം. ആരാണതെന്നറിയുമോ? അൽ യഹൂദ, ഒന്ന് ജൂതന്മാരാണ്, മറ്റേത് വല്ലദീന അശ്റകൂ, ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യുന്ന വിഭാഗങ്ങൾ. നാട്ടിലൊക്കെ അല്ലേ വിഗ്രഹാരാധന ചെയ്യുന്നവര്, ജൂതന്മാർ. ഈ രണ്ട് പറയാണ്, മോനെ അസ്ലിം, നീ മുസ്ലിം ആയിക്കോ. അപ്പൊ അങ്ങനെ ഉപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്താ ഉപ്പ ചെയ്യേണ്ടത് എന്ന്. വാപ്പ വിടൂലല്ലോ എന്നാ മോൻ വിചാരിച്ചത്. വാപ്പ പറഞ്ഞു, വാപ്പ ജൂതനാണ്, അതാണ് അത്ഭുതം. എന്നിട്ട് ആ വാപ്പ പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിം. അബുൽ ഖാസിം എന്ന നിബിതങ്ങൾ പറയുന്നത്, നിബിതങ്ങളുടെ സ്ഥാനപ്പേരാണ് അബുൽ ഖാസിം. അബുൽ ഖാസിം പറയുന്നത് ചെയ്തോളൂ മോനെ, അതനുസരിച്ചേക്ക്. ഫഅസ്ലമ, മരിക്കാൻ കിടക്കുന്ന ആ പായയിൽ കിടന്ന ചെറുപ്പക്കാരൻ കലിമ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. ഒരു ദുഹറോ ഒരു അശറോ ഒരു മഗ്രിബോ നിസ്കരിക്കാൻ പോലും സമയമായിട്ടില്ല, ഒരു നിസ്കാരം നിർവഹിക്കാൻ പോലും നേരമായില്ല. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുമ്പോൾ മുത്തുനബി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ച അല്ലാഹുവേ നിനക്ക് സ്തുതി അല്ലാ എന്ന് പറഞ്ഞ് മുത്തുനബി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അൽഹംദുലില്ലാഹ്, അവനൊരു മുസ്ലിമായല്ലോ, അവൻ ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ചുവല്ലോ. അവസാന നേരത്താണെങ്കിലും അവന് ഷഹാദത്ത് ചൊല്ലാൻ ഭാഗ്യമുണ്ടായല്ലോ. അല്ലദീ അൻഖദഹു മിനന്നാർ. അതാണ് നബിയുടെ ചര്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ നബി തങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക. അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റണ്ട, അങ്ങനെ തന്നെ നിന്നോട്ടെ. മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും മരിച്ചു തന്നെ. അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ കരുണയായി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു അന്യ മതവിശ്വാസിയുടെ മയ്യത്ത് കടന്നു പോകുമ്പോ, ചുടലിലേക്ക് എടുത്തുകൊണ്ടുപോകുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിന്? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ജനാസ അങ്ങനെ പോകുമ്പോഴേ നമ്മളവിടെ ഇങ്ങനെ പീഡികക്കൊലായിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാലം വെച്ചിരിക്കുക, അതൊരു അനാദരവാണ്. അത് ജൂതനാണ് നബിയേ, ജൂതന്റെ മയ്യത്താണ് നബിയേ എന്ന് പറഞ്ഞപ്പോഴാണ് അലൈസത്ത് നഫ്സൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നമ്മളിപ്പോ